എല്ലാ സാധകർക്കും മീ ടു മീ മെഡിറ്റേഷൻ ചാനലിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. മീ ടു മീ ധ്യാന കേന്ദ്രം ബാലനാപപുരം, തിരുവനന്തപുരം 18 വർഷത്തിലേറെയായി സനാതന ധർമ്മ പ്രചാരണ രംഗത്ത് ഇറങ്ങിയിട്ട് സനാതനധർമ്മത്തിൻ്റെ വിവിധ ശാഖകളെ സാധകരിലേക്ക് എത്തിക്കുക എന്നുള്ള ആ മഹത്തായ ലക്ഷ്യമാണ് ധ്യാന സെൻറ്റർ ഇതുവരെയും പിന്തുടരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഓരോ സാധകരെയും, ഗുരുക്കന്മാരെയും, ഗുരുതുല്യരെയും, ഇവരെല്ലാവരെയും അവർ പിന്തുടരുന്ന ആ പാത, സനാതനധർമ്മത്തിൻ്റെ ആ വ്യത്യസ്തമായിട്ടുള്ള പാത സാധകരിലേക്ക് എത്തിക്കുകയാണ്. വിവിധ പാതകളുണ്ട്, നമുക്കറിയാം. സനാതനധർമ്മത്തിൽ വിവിധ മാർഗങ്ങളിലൂടെയാണ് ആ സത്യത്തെ, സനാതനധർമ്മം മുന്നോട്ട് വയ്ക്കുന്ന ആ സത്യത്തെ ദർശിക്കാൻ വേണ്ടി നമുക്കായിട്ട് തുറന്നിട്ടിരിക്കുന്നത് സനാതനധർമ്മം. പല പാതകളുണ്ടെങ്കിലും ലക്ഷ്യം ഒന്ന് തന്നെയാണ്. അതിലേക്ക് എത്തുക എന്നുള്ളത് തന്നെയാണ് ഓരോ സാധകൻ്റെയും ലക്ഷ്യവും കടമയും. ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പാപ്പനംകോടാണ്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വ്യക്തിത്വവും ആ അന്വേഷണ ബുദ്ധിയോടെ തൻ്റെ ജീവിതത്തിലെ തിരക്കുകൾക്കിടയിലും, ഔദ്യോഗികമായിട്ടുള്ള തിരക്കുകൾക്കിടയിലും ആ അന്വേഷണം തുടർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു സാധകനാണ്. അദ്ദേഹം ISROയിലെ സയൻറ്റിസ്റ്റാണ്. ആ സാധകൻ്റെ പേര് സുബ്രഹ്മണ്യൻ എന്നാണ്. നമുക്ക് സുബ്രഹ്മണ്യൻജിയെ നമ്മുടെ സത്സംഗത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്തേ. നമസ്കാരം. കുഞ്ഞുനാളിൽ തൊട്ട് തന്നെ വീട്ടിലെല്ലാവരും ഈശ്വരഭക്തി ഉള്ളവരായിരുന്നു. അമ്പലങ്ങളിൽ പോവുക അതൊരു പതിവായിരുന്നു. അപ്പം ഞാനും അവരുടെ കൂടെ അമ്പലങ്ങളിൽ പോകും. അവിടെ ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പോഴും ഉള്ളിലൊരു കോൺഫ്ലിക്റ്റ് ഇങ്ങനെ വരാറുണ്ട്. ഞാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, അല്ല എൻ്റെ വീട്ടിലുള്ളവർക്ക്, എൻ്റെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അത് ശരിയാണോ എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവാറുണ്ട്. പക്ഷെ അതങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. ഒരുപക്ഷെ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാഭ്യാസത്തിൽ പോലും ഞാൻ ഈ ഒരു കോൺഫ്ലിക്റ്റിനകത്തുകൂടെ ഈശ്വരീയമായിട്ടുള്ള ചിന്തകളെല്ലാം വളരെ കുറവായിരുന്നു. പേടി വരുമ്പോൾ, ആർക്കെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോഴൊക്കെ നമുക്ക് ഈശ്വരനെ ഓർക്കാറുള്ളൂ, അമ്പലങ്ങളിലും പോകാറുള്ളൂ, അല്ലെങ്കിൽ പ്രത്യേക വിശേഷ ദിവസങ്ങളിലൊക്കെ നമ്മൾ പോവുക, അങ്ങനെയുള്ളൂ. എനിക്ക് ജോലി കിട്ടിയത് 1987 ISROയിൽ എനിക്ക് ജോലി കിട്ടുന്നത്. അങ്ങനെ തിരുവനന്തപുരത്ത് വരുന്നു. തിരുവനന്തപുരത്തും ഞാൻ വളരെ ആർഭാടമായിട്ട്, ഭൗതികമായിട്ട് നല്ല എൻജോയ് ചെയ്തിട്ടുള്ളൊരു ജീവിതമാണ് കുറേ കാലം പോയിക്കൊണ്ടിരുന്നത്, എല്ലാ രീതിയിലും. അങ്ങനെ ഞാൻ താമസിക്കുന്ന ഒരു ലോഡ്ജിൽ തൊട്ടടുത്ത മുറിയിൽ ഒരു സയൻറ്റിസ്റ്റ്, ഇതുപോലെ ISROയിൽ സീനിയർ സയൻറ്റിസ്റ്റ്, അദ്ദേഹം എപ്പോഴും ഇങ്ങനെ മന്ത്രങ്ങളൊക്കെ ജപിക്കുന്നത് ഇങ്ങനെ കേൾക്കും. അപ്പം ഞങ്ങൾ ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ എപ്പോഴും കൂടിയിരുന്ന തമാശകളെല്ലാം പറഞ്ഞ് എല്ലാ രീതിയിലും ജീവിതം നല്ലപോലെ ആസ്വദിക്കുന്ന രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹത്തെ ഞങ്ങളിങ്ങനെ കളിയാക്കുക കൂടെ ചെയ്യും. എന്തിനാണോ അദ്ദേഹം ഇങ്ങനെ സമയം മുഴുവൻ പാഴാക്കി കളയുന്നത് എന്നങ്ങനെ ഞങ്ങൾ പറയാറുമുണ്ട്. ഏതോ ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് എനിക്ക് പോകാനൊരു സാഹചര്യം കിട്ടി. അപ്പോൾ ആ മുറിയിൽ നിറയെ വലിയ വലിയ ആത്മീയ ഗുരുക്കന്മാരുടെ ഫോട്ടോകളൊക്കെ നിറച്ച് വെച്ചിട്ട് ഒരുപാട് ബുക്കുകളുണ്ട്. ഇദ്ദേഹം ഏത് നേരവും നമശിവായ അദ്ദേഹം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ മന്ത്രങ്ങളൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നതാണ്. പിന്നെ 1-2 പ്രാവശ്യം ഞങ്ങൾ അങ്ങനെ ഇടപെട്ടപ്പോഴൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു വശമുണ്ട് എന്ന് അദ്ദേഹം സൂചിപ്പിച്ചത് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. പിന്നെ കുറച്ച് 1-2 ദിവസങ്ങൾക്ക് 2-3 പ്രാവശ്യം ഇങ്ങനെ കണ്ടുമുട്ടിയപ്പോൾ ഒരു ബുക്ക് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഭഗവത്ഗീതയുടെ ഒരു പരിഭാഷ ആണ്. പ്രൊഫസർ ബാലകൃഷ്ണൻ നായരുടെ ഒരു ബുക്കാണ്. അപ്പോൾ ഞാൻ ഈ ബുക്കൊന്ന് വായിച്ചോട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ ആ ബുക്ക് എടുത്ത് കുറച്ച് വായിക്കുമ്പോഴത്തേക്കും എൻ്റെ ഉള്ളിൽ ഞാൻ ഒരു പ്രത്യേക ഒരു ഭാവമാറ്റം, അല്ലെങ്കിൽ ഒരു ആറ്റിറ്റ്യൂഡ് എന്നിലിങ്ങനെ മാറാൻ തുടങ്ങി. ഇതുവരെ കണ്ട ജീവിതമല്ല, അപ്പുറത്തെന്തോ ഉണ്ടെന്നുള്ളൊരു തോന്നൽ എന്നിനുള്ളിൽ വളർന്നു തുടങ്ങി. അപ്പോൾ ഞാൻ അദ്ദേഹവുമായിട്ട് പിന്നെ വീണ്ടും സംസാരിക്കുന്നു. ഒരുപാട് നമ്മളുടെ ഫണ്ടമെൻ്റലായിട്ടുള്ള ഒരുപാട് ഡൗട്ട്സൊക്കെ, എന്തിനാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്, എന്താണ് നമ്മുടെ ദൗത്യം, എന്തുകൊണ്ടാണ് ഈ കാണുന്ന
വ്യത്യാസങ്ങൾ ആളുകളിൽ ഉള്ള ചോദ്യങ്ങളൊക്കെ അദ്ദേഹം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതെല്ലാം അറിയുന്ന ഒരാളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ISROയിൽ തന്നെ വേറൊരു സീനിയർ സയൻറ്റിസ്റ്റായിട്ടുള്ള ഓസ്റ്റിൻ തോംസൺ എന്ന് പറയുന്ന ഒരു വ്യക്തി, ഒരു മഹത് വ്യക്തിയെ ഞങ്ങൾ പരിചയപ്പെടാനിടയായി. അപ്പോൾ അദ്ദേഹം ഒരു അറിയപ്പെടുന്നൊരു സയൻറ്റിസ്റ്റാണ്, അതോടൊപ്പം ഒരു ഹോമിയോ ഡോക്ടറും കൂടെയാണ്. പൂജപ്പുരയിലാണ് അദ്ദേഹം താമസിക്കുന്നത്. അപ്പോൾ അദ്ദേഹം തന്നെ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ എൻ്റെ കൂടെ താമസിക്കുന്ന റൂംമേറ്റ് ഇതുപോലെ തന്നെ ഒരുപാട് ഫോട്ടോകളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്താണ് നിങ്ങൾക്ക് അറിയേണ്ടതെന്ന് ചോദിച്ചപ്പോൾ, ഇതാണ് ജീവിതത്തിൻ്റെ ദൗത്യം എന്താണ്, നമ്മളോട് എന്തിനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനിതെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങളുടെ ഈ വെച്ചിരിക്കുന്ന ഈ എല്ലാ ആത്മീയ ഗുരുക്കന്മാരുടെയും ഫോട്ടോയൊക്കെ നിങ്ങൾ ആദ്യം ഒന്ന് നശിപ്പിച്ച് കളഞ്ഞാൽ അതെല്ലാം നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നിടത്തോളം കാലം ഞാൻ പറയുന്നൊന്നും നിനക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് അതൊക്കെ എടുത്ത് കളയാൻ പറഞ്ഞു. തമാശയ്ക്ക് പറഞ്ഞതാണ്. അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ അദ്ദേഹത്തിൻ്റെ കാല് തൊട്ട് വന്ദിക്കാൻ പോയി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ ചെയ്തത് കൊള്ളാം, ഇനി മേലാൽ ഒരാളുടെ കാലും തൊട്ട് പോകരുത്. കാല് തൊടേണ്ട ഒരു സന്ദർഭം നിനക്ക് വരും, അത് നിൻ്റെ ഉള്ളിൽ നിന്ന് വരണം, അല്ലാതെ ഒരു കർത്തവ്യം പോലെ അങ്ങനെ ചെയ്യരുത്, ഒരിക്കലും ചെയ്യരുതെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ സൗഹൃദം എല്ലാ ഞായറാഴ്ചകളിലും അദ്ദേഹം ഹോമിയോ ട്രീറ്റ്മെൻ്റ് എല്ലാം മാറ്റിവെച്ച് ഞായറാഴ്ചകളിൽ വൈകുന്നേരങ്ങളിൽ ഞങ്ങൾ എവിടെയെങ്കിലും ഒരിടത്ത് കൂടുന്നൊരു പതിവുണ്ടായി. അങ്ങനെ ആ ഒരു സത്സംഗിലൂടെ ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാൻ കഴിഞ്ഞു. അതായത് ഈ ലോകത്തിൻ്റെ നിയമങ്ങൾ, പ്രകൃതി നിയമങ്ങൾ എന്താണ് ഇവിടെ നടക്കുന്നത്, ഇതിനെപ്പറ്റിയൊക്കെ ചെറിയൊരു ഹിൻറ്റ് അദ്ദേഹത്തിലൂടെ നമുക്ക് കിട്ടി. അതുപോലെ നമ്മളെപ്പറ്റി കുറച്ചുകൂടെ ശ്രദ്ധിക്കുക, നമ്മളുടെ ഇൻട്രാക്ഷൻസ്, നിങ്ങളെങ്ങനെയാണ് ആളുകളുമായിട്ട് പ്രതികരിക്കുന്നത്, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്, അപ്പോൾ നിങ്ങൾ ചെയ്തിരിക്കുന്നത് ശരിയാണോ, നിങ്ങളുടെ സ്വാർത്ഥത നിങ്ങളിൽ നിന്ന് വരുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ ഇതിൽ അദ്ദേഹം ഇങ്ങനെ പറയാൻ തുടങ്ങി. പക്ഷെ അദ്ദേഹം ഒരു കാര്യം ഞങ്ങളോട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നു, ഈ ആത്മീയമായിട്ടുള്ള ഒരു അന്വേഷണത്തിലൂടെ മാത്രമാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു യഥാർത്ഥ ഉത്തരം കിട്ടുകയുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു. അതിനുവേണ്ടി അദ്ദേഹം നമ്മളെ എല്ലാ ഗുരുക്കന്മാരുടെ അടുത്തേക്കും ഞങ്ങളിങ്ങനെ വിട്ടുകൊണ്ടിരിക്കും. അപ്പോൾ പറയും, കാട്ടാക്കടയിൽ ആലസ്വാമിൻ്റെ, എന്നാൽ ശരി നിങ്ങളൊരു ദിവസം അങ്ങോട്ട് പോകും. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ആലസ്വാമിയുടെ അടുത്ത് പോകും. കാഞ്ഞങ്ങാട് ആനന്ദാശ്രമമുണ്ട്, എന്നാൽ പിന്നെ ആനന്ദാശ്രമത്തിൽ ഒരാഴ്ച താമസിച്ചിട്ട് വരാൻ പറയും. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് പോകും. രമണാശ്രമത്തിൽ പോകണമെന്ന്, എന്നാൽ നിങ്ങൾ രമണ മഹർഷി, അദ്ദേഹം രമണ മഹർഷിയുടെ വളരെ ഒരു ആരാധകനൊക്കെ ആയിരുന്നു ആ സമയത്ത്. മെയിൻലി ഓഷോ, അങ്ങനെ പല പല ഇതുണ്ട്. അദ്ദേഹം ഏതൊരു സിസ്റ്റത്തിൻ്റെ ആളാണെന്ന് പോലും നമുക്കറിയാൻ കഴിഞ്ഞിട്ടില്ല ആ സമയത്ത്. അങ്ങനെ എല്ലാ ആത്മീയ ഗുരുക്കന്മാരുടെ അടുത്തും അറിയുന്നവരുടെ അടുത്തൊക്കെ ഞങ്ങൾ പോയി വന്നിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടി, എന്ത് നിങ്ങൾ അറിഞ്ഞു എന്ന് അദ്ദേഹം ചോദിക്കും. ഞങ്ങൾക്ക് പരിമിതമായ അറിവിൽ ഞങ്ങൾ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. പലപ്പോഴും അദ്ദേഹം ഞങ്ങൾ ഒരുപാട് കളിയാക്കാറുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ ഞങ്ങൾ പറയും, സാറേ ഞങ്ങളിങ്ങനെ ഞായറാഴ്ച താങ്കളുടെ അടുത്തേക്ക് വരാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ്, അപ്പോൾ അന്ന് ബന്ധാണ്, ഒരു വണ്ടിയില്ല, ഞങ്ങൾക്ക് അങ്ങനെ എത്താൻ പറ്റുന്നില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ മനസ്സിലിങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടുവന്നപ്പോൾ ഒരു ഓട്ടോറിക്ഷ വന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഓട്ടോറിക്ഷയിൽ താങ്കളുടെ വീട്ടിലേക്ക് വരാൻ കഴിഞ്ഞു. അപ്പോൾ അദ്ദേഹം വളരെയധികം ഞങ്ങളെ കളിയാക്കിക്കൊണ്ട് ചിരിച്ചിട്ട് പറഞ്ഞു, അതൊന്നും കാണിക്കുന്നില്ല, അത് റോട്ടിലൂടെ ഓട്ടോ ഓടുന്നുണ്ടെന്നല്ല മാത്രം തെളിവാണെന്ന് മാത്രം പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ ആ ഒരു ഈഗോയിനെ വളരെയധികം അടിച്ചിരുത്തുന്ന പോലെയാണ് അദ്ദേഹം ഞങ്ങളുടെ ഓരോ സമയത്തും ഞങ്ങളുടെ ഇൻട്രാക്ഷൻസൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഓരോ ആത്മീയ ഗുരുക്കന്മാരുടെ അടുത്തും കൊണ്ടുപോയി വിടുകയും തിരിച്ചു വന്നാൽ എന്ത് കിട്ടി. കുറേ കഴിഞ്ഞപ്പോൾ ഞങ്ങളെ പൂന്തുറ കടപ്പുറത്തുള്ള പൂന്തുറ സ്വാമിയുടെ അടുത്തേക്ക് നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരങ്ങളിൽ പൂന്തുറ സ്വാമിയുടെ അടുത്ത് പോയി കുറച്ച് നേരം അവിടെ ഇരിക്കും. അപ്പോൾ ഒരു പ്രത്യേക ഒരു ശാന്തി, വളരെ ഒരു റേഡിയേറ്റിംഗ് പീസ് ആ സറൗണ്ടിങ്ങിലുണ്ടെന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ ഫീൽ ചെയ്യാൻ തുടങ്ങി. കുറച്ച് നേരം ഞങ്ങൾ ഒരു 2 മണിക്കൂറൊക്കെ ഇരുന്ന് ഞങ്ങൾ തിരിച്ചു വരും. പക്ഷേ ഇദ്ദേഹം രാത്രി പലപ്പോഴും ഫുൾ നൈറ്റൊക്കെ സ്വാമിയുടെ കൂടെ ഇരുന്ന് ചിലവഴിക്കുന്നതായിട്ട് ഞങ്ങൾക്ക് കണ്ടിട്ടുണ്ട്, ചെയ്യാം. മാത്രമല്ല സ്വാമി ഞങ്ങളുടെ അടുത്തൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെയധികം മോശമായ തെറി ഭാഷയിലൊക്കെയാണ് ഞങ്ങൾ വരുന്നവരോടൊക്കെ പ്രതികരിക്കുന്നത്. പക്ഷെ ഇവർ രണ്ടുപേരും നല്ല രീതിയിൽ സംവദിക്കുന്നതായിട്ടൊക്കെ ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞു. അപ്പോൾ അതിൽ നിന്നും പിന്നെ ഇദ്ദേഹത്തിൻ്റെ സാമീപ്യവും നമുക്കൊരു ശാന്തത തരുന്നത് കൊണ്ടൊക്കെ എവിടെയോ ആണ് ഞങ്ങളിൽ നിന്നെല്ലാം ഉയർന്നൊരു
സ്ഥലത്താണ് അദ്ദേഹം ഇരിക്കുന്നതെന്ന് ഞങ്ങൾക്കൊരു തോന്നലുണ്ടായി. അപ്പം അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ ഒരു പീരീഡിൽ ഞങ്ങൾ ഒരു സിസ്റ്റത്തിൻ്റെയും അടിമയാക്കാൻ അദ്ദേഹം സമ്മതിച്ചിരുന്നില്ല. നിങ്ങൾ നിങ്ങളുടേതായ ഒരു അന്വേഷണ വഴിയിലൂടെ പോവുക, ആരെയും നിങ്ങൾ ഗുരുക്കരായിട്ട് സ്വീകരിക്കേണ്ട, സമയം വരുമ്പോൾ നമുക്ക് നോക്കാം എന്നുള്ള രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പം അങ്ങനെ ഒരു കാലഘട്ടം അദ്ദേഹം ഇപ്പോൾ ഇല്ല, ജീവിച്ചിരിപ്പില്ല. പിന്നെ വീണ്ടും ആ ഒരു വിത്ത് എന്നിലുണ്ടായിരുന്നു. തുടർന്ന് ഞങ്ങളങ്ങനെ ഒരുപാട് ഇത് തന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അപ്പോൾ ബാലകൃഷ്ണൻ സാറിൻ്റെ ഈ നമ്മുടെ ഭഗവത്ഗീത പരിഭാഷ ചെയ്ത ബാലകൃഷ്ണൻ്റെ ക്ലാസ് അവിടെ തിയോസഫിക്കൽ സൊസൈറ്റിയിൽ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എല്ലാ ശനിയാഴ്ചകൾ വൈകുന്നേരം 5 മണിക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോകും. അങ്ങനെ നമ്മുടെ എൻ്റെ ഉള്ളിൽ ഈ ജീവിതം അടിച്ചു പൊളിക്കുകയും ഭൗതികമായിട്ടുള്ള സുഖസൗകര്യങ്ങളിലൂടെ എങ്ങനെ പോകണം എന്നുള്ളതിൽ നിന്ന് കുറേശ്ശെ മാറ്റം വരാൻ തുടങ്ങി. ഈ ഒരു വഴിയിലേക്ക് അന്വേഷണം തിരിച്ചുവിടാൻ ഞാൻ തന്നെ സ്വയം സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഞാനങ്ങനെ സ്വയമായിട്ട് കൂടുതലും രമണാശ്രമത്തിൽ തിരുവണ്ണാമലയിൽ പോകും, കുറേ കാലം അവിടെയൊക്കെ താമസിക്കുക, അങ്ങനെയൊക്കെയായി. എൻ്റെ കൂടെ ഒരു സുഹൃത്തും കൂടെ ഉണ്ടായിരുന്നു, അദ്ദേഹം പ്രദീപ് എന്ന് പറഞ്ഞിട്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങനെ യാത്രകൾ വീണ്ടും തുടങ്ങി. അദ്ദേഹം ഇപ്പോൾ എമ്മിൻ്റെ വളരെ വേണ്ടപ്പെട്ടൊരു ശിഷ്യനാണ്. അദ്ദേഹം ജോലി റിസൈൻ ചെയ്തിട്ട് ഫുൾ ടൈം എമ്മിൻ്റെ ഒരു ശിഷ്യനായിട്ട് ഇപ്പോൾ വളരെയധികം നന്നായി കൂടെ നടക്കുന്നുണ്ട്. ഒരിക്കൽ ഞാനും പ്രദീപും ഈ ഓസ്റ്റിനും കൂടെ തന്നെ എമ്മിനെ കാണാൻ പോയിട്ടുണ്ട്. ഒരുപക്ഷെ എമ്മിനെ ആദ്യമായിട്ട് കാണുന്നത് അവിടെ വെച്ചാണ്. ഈ പ്രദീപിനെ എമ്മിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നത് പോലും ഓസ്റ്റിനായിരുന്നു എന്ന് ഞങ്ങൾക്ക് പിന്നീട് തോന്നിയിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടിയാണ് ഓസ്റ്റിൻ അവിടെ ബാംഗ്ലൂർ പോകുന്നത്. അപ്പോൾ ഇൻ്റർവ്യൂവിന് പോകില്ല എന്നാണ് പറഞ്ഞത്. അദ്ദേഹം ഇൻ്റർവ്യൂ ഒന്നും ചെയ്യാൻ താല്പര്യമില്ലാത്ത ആളാണ്. എല്ലാ എന്താ പറയുക, സിസ്റ്റത്തിനെയും തെറി വിളിക്കുകയും ചീത്ത പറയുകയും ഒക്കെ ചെയ്യും. എല്ലാത്തിനെയും ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റിയാണ്. ഈവൻ ഓഫീസിൽ തന്നെ മാനേജ്മെൻറ്റിനൊക്കെ വളരെയധികം പേടിയാണ് അദ്ദേഹത്തെ. അദ്ദേഹം അത്ര ഉയർന്ന പൊസിഷനിലല്ല, പക്ഷേ വളരെ വെൽ എക്സ്പീരിയൻസ്ഡ് ആണ്. കാരണം എയർഫോഴ്സ് റിട്ടയർഡ് ഒരാളായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിന് പോകാൻ വേണ്ടി തയ്യാറായത് പ്രദീപിനെയും കൂടെ കൊണ്ട് പ്രദീപിനെ വേണ്ട ഒരാളെ ഏൽപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. കാരണം ഈ ഓസ്റ്റിൻ്റെ തിരിച്ച് യാത്രയിൽ അദ്ദേഹം ക്യാൻസർ പേഷ്യൻ്റായിട്ടാണ് ഞങ്ങൾ ഉണ്ടായിരുന്നു. തിരിച്ചു വരുമ്പോൾ വളരെ മോശം ഹെൽത്ത് കണ്ടീഷനിൽ തിരുവനന്തപുരം എയർപോർട്ടിൽ ഇറങ്ങി. പിന്നെ ഞങ്ങൾ റിസീവ് ചെയ്യുമ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ കണ്ടീഷൻ വളരെ മോശമായി. അപ്പോൾ എന്നെ അങ്ങ് തുറന്നു വിട്ടു, പ്രദീപിനെ ഒരാളെ ഏൽപ്പിച്ചും കൊടുത്തു. അങ്ങനെയാണ് അദ്ദേഹം വിട്ടുപോയി. ഞാനങ്ങനെ വീണ്ടും അലയാൻ തുടങ്ങി. വീണ്ടും ജോലിയും അതിൻ്റെ ഇടയ്ക്ക് കല്യാണം കഴിച്ചു. ഇതെല്ലാം നമ്മൾ കിടപ്പുണ്ട്. ഇങ്ങനെ പറ്റുന്ന സമയത്തൊക്കെ ഓരോരോ ആശ്രമങ്ങൾ അവിടെ ഇവിടെ ഗുരുക്കന്മാരെ കാണും. പക്ഷെ ഒരിടത്തും കൃത്യമായിട്ട് നിൽക്കാൻ പറ്റിയിട്ടില്ല. കുറച്ച് കാലം അത് അങ്ങനെ ഒരു ഓഷോ രജനീഷിൻ്റെ പൂനെ ആശ്രമത്തിൽ പോയി. അപ്പോൾ എനിക്ക് അദ്ദേഹത്തിൻ്റെ ഈ ഓഷനും കുറേയൊക്കെ ബുക്കുകളൊക്കെ വായിക്കുക, അദ്ദേഹം പറയുന്നതെല്ലാം പറയുന്നത്. അപ്പോൾ എനിക്ക് വളരെ അപ്പീലിംഗ് ആയിട്ട് തോന്നി. അങ്ങനെ അത് കുറേ കാലം അതങ്ങനെ മെഡിറ്റേഷനൊന്നും സ്റ്റാർട്ട് ചെയ്തില്ല, അതങ്ങനെ വായിച്ചൊക്കെ ഉൾക്കൊണ്ട് അങ്ങനെ പോകുമായിരുന്നു. ഒരിക്കലൊരു യാത്രയിൽ ഞാനിങ്ങനെ ചെന്നൈയിൽ നിന്ന് ഞങ്ങളുടെ ലോഞ്ച് സ്റ്റേഷൻ ശ്രീഹരിക്കോട്ട ആന്ധ്രാപ്രദേശിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കും. എൻ്റെ അടുത്തിരിക്കുന്ന ഒരാൾ ഞാൻ ഓഷോൻ്റെ ഒരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുക, കൃഷ്ണ ഫ്രം സെക്സ് ടു സൂപ്പർ കോൺഷ്യസ്നസ് എന്നുള്ള ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഇതിനെപ്പറ്റിയൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമുക്ക് ആത്മീയമായിട്ട് മുന്നേറണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു ഗുരുവിൻ്റെ സപ്പോർട്ട് വളരെ അത്യന്താപേക്ഷിതമാണെന്ന് അദ്ദേഹം പറയാൻ തുടങ്ങി. അപ്പം ഞാനതിനെ നഖസിദ്ധാന്തം എതിർത്തു, ഒപ്പോസ് ചെയ്ത് ഞങ്ങൾ ഫൈറ്റിംഗ് മോഡിലേക്ക് കയറി. പിന്നെ അദ്ദേഹത്തിന് ഇൻ ബിറ്റ്വീൻ സ്റ്റേഷനിൽ അദ്ദേഹം ഇറങ്ങുമ്പോഴത്തേക്കും അദ്ദേഹം ഒരു ബുക്ക് എടുത്തിട്ട് എൻ്റെ കയ്യിൽ തന്നു. നിർബന്ധപൂർവ്വം എന്നെ ഏൽപ്പിച്ചു, എന്തെങ്കിലും നിങ്ങൾക്കിതൊരു ഉപകാരം ആയിരിക്കും, നിങ്ങൾക്കൊരു സഹായം കിട്ടും. ആ ബുക്കിൻ്റെ പേരാണ് റിയാലിറ്റി അറ്റ് ഡോൺ ബൈ രാമചന്ദ്ര. അത് ഈ ഹാർട്ട്ഫുൾനെസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഫൗണ്ടർ ശ്രീരാമചന്ദ്ര മിഷൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ ബുക്കായിരുന്നു അത്. പക്ഷെ ആ ബുക്കും ഞാനിവിടെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചു. അതും ഷെൽഫിനകത്തേക്ക് കയറി. പിന്നെ അത് തൊട്ടിട്ടേയില്ലായിരുന്നു കുറേ വർഷങ്ങളോളം. പിന്നീട് ഞാൻ ജിദ്ദു കൃഷ്ണമൂർത്തി അവിടെ ചെന്നൈയിൽ പോയി. അദ്ദേഹത്തിൻ്റെ കൂടെ കൃഷ്ണമൂർത്തി ഫൗണ്ടേഷൻ്റെ കൂടെ കുറേ കാലം അങ്ങനെ കോണ്ടാക്റ്റൊക്കെ ചെയ്തു. അദ്ദേഹം പറയുന്ന പോലെയൊക്കെ പ്രാക്ടീസ് ചെയ്യാനൊക്കെ തുടങ്ങി. പക്ഷെ അതെല്ലാം നമ്മളിൽ എപ്പോഴും അങ്ങനെ എപ്പോഴും ഒരു കോൺഫ്ലിക്റ്റ്, ഇതൊന്നൊരു പൂർണ്ണത തൃപ്തി തരുന്നില്ല. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. ഒരു 2010 കാലഘട്ടമൊക്കെ ആയപ്പോൾ വീണ്ടും എനിക്ക് വളരെയധികം ബുദ്ധിമുട്ട് ഉള്ളിൽ ഇങ്ങനെ ശരിയല്ല നമ്മൾ സമയം വെറുതെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള തോന്നൽ. വൈഫും ഉണ്ട്. അപ്പം അങ്ങനെ അന്വേഷണത്തിൽ എനിക്ക് ധ്യാനമാണ് ഇതിനൊരു പോംവഴി എന്നെനിക്ക് ഉള്ളിൽ തോന്നി തുടങ്ങി.
അപ്പോൾ അന്വേഷിച്ച് കുറച്ചും കൂടെ ഒരു സെർച്ചൊക്കെ ചെയ്തപ്പോഴത്തേക്കും ബ്രഹ്മകുമാരീസിൻ്റെ ഒരു വഴി കുറേയും കൂടെ തൃപ്തികരമാണ്. കാരണം നമ്മൾ വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ആ ഗുരു എന്നുള്ള കോൺസെപ്റ്റിനൊക്കെ മാറി ഇന്നർ സെർച്ച് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ബ്രഹ്മകുമാരീസിൻ്റെ പറ്റി കുറച്ച് ലിറ്ററേച്ചറൊക്കെ ലാപ്പിൽ നോക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ യാദൃശ്ചികമായിട്ട് ഈ രാമചന്ദ്ര മിഷൻ്റെ സൈറ്റിലേക്ക് ഞാൻ ചെല്ലുകയാണ്. അങ്ങനെ കുറച്ച് വായിച്ചപ്പോഴത്തേക്കും എൻ്റെ ഉള്ളിൽ ക്ലിയറായിട്ടൊരു വളരെ എന്താ പറയുക 100% ക്ലാരിറ്റിയോടുകൂടി നീ എന്താണോ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് അതിലേക്ക് നീ വന്നു ചേർന്നു എന്നുള്ളൊരു തോന്നൽ എൻ്റെ ഉള്ളിലങ്ങ് വന്നു, ഒരു ഉള്ളിൽ ക്ലിയറായിട്ട്. കാരണം എല്ലാ സൂപ്പർഫിഷ്യാലിറ്റീസും മാറ്റി വെച്ചുകൊണ്ടുള്ള എന്താണോ നമ്മൾ അറിയേണ്ടത് വളരെ പോയിൻ്റ് ടു പോയിൻ്റ്, വളരെ സിമ്പിളായിട്ട് സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് യാതൊരുവിധ കാപട്യങ്ങളും മൂടുപടവും ഇല്ലാതെ പറയുന്ന സിസ്റ്റം എന്താണോ അതായിരുന്നു ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. ഇത് വായിച്ചപ്പോഴത്തേക്കും, ഇത് നോക്കിയപ്പോഴത്തേക്കും ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം വളരെ സ്പഷ്ടമായി ഭംഗിയായിട്ട് ഒരു കൺഫ്യൂഷനും ഇല്ലാത്ത രീതിയിൽ എനിക്ക് വേണ്ടുന്ന രീതിയിൽ അവിടെ കാണുന്നുണ്ട്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അപ്പോഴാണ് ഈ ഒരു ബുക്കുകൾ, അദ്ദേഹത്തിൻ്റെ ക്രിയേഷൻസൊക്കെ നോക്കിയപ്പോൾ ഫസ്റ്റ് ബുക്കാണ് റിയാലിറ്റി അറ്റ് ഡോൺ. ഉടനെ ചെന്ന് അലമാരി നോക്കിയപ്പോൾ ആ ബുക്ക് അവിടെ ഇരിപ്പുണ്ട്. ഭഗവത്ഗീത, ബാലകൃഷ്ണ സാറിൻ്റെ ഭഗവത്ഗീത പോലും ഞാൻ പകുതി എത്തിയപ്പോഴത്തേക്കും എൻ്റെ ലൈഫ് തന്നെ മാറി. പക്ഷെ അത് മുഴുവനാക്കിയില്ല. അപ്പോഴും ലൈഫിൻ്റെ രീതി മാറി. കംപ്ലീറ്റ്ലി ആ വേർഡ്ലി ലൈഫ് എന്നുള്ളതിന് പകരം വേറൊരു പർപ്പസുണ്ട്, അതിലൂടെ നമ്മൾ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ളൊരു തോന്നലുണ്ടായി. അങ്ങനെ ഞാൻ ശ്രീരാമചന്ദ്ര മിഷനിലേക്ക് വരുന്നു, ഈ ബുക്ക് വായിക്കുന്നു. ബുക്ക് പൂർണ്ണമായി വായിച്ചപ്പോൾ ഞാൻ 100% കൺവിൻസ്ഡായി എൻ്റെ വഴി ഇതാണെന്നുള്ള ഒരു തോന്നലിലേക്ക് എത്തി. ഞാനങ്ങനെ രാമകൃഷ്ണ മിഷനിൽ ഇവിടെ തിരുവനന്തപുരത്ത് അന്ന് ബ്രാഞ്ച് ഉണ്ടെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. ഞാനങ്ങനെ അവർക്ക് എഴുതി. ഉടനെ ഇവിടുത്തെ റെപ്രസെൻറ്റേറ്റീവ് എന്നെ വിളിക്കുന്നു. അങ്ങനെയാണ് എൻ്റെ ആ ഒരു റൂട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന റൂട്ടിലേക്ക് എത്തുന്നത്. അപ്പോൾ 2010 അങ്ങനെയാണ് ഈ ആത്മീയമായിട്ടുള്ളൊരു അന്വേഷണത്തിലേക്ക് ഞാൻ വന്നു ചേരുന്നു. അങ്ങയുടെ യാത്രയിൽ അങ്ങ് നേരത്തെ സൂചിപ്പിച്ച പോലെ കുറേയേറെ മാസ്റ്റേഴ്സിനെ അങ്ങ് പരിചയപ്പെട്ടിട്ടുണ്ട്. ഒരു സാധകന് ശരിക്കും അന്വേഷണം ഉള്ളിൽ ജനിക്കുമ്പോഴാണ് ഗുരു വരുന്നതെന്ന് പറയാറുണ്ട്. ഗുരു അവൻ്റെ മുന്നേ പ്രത്യക്ഷപ്പെടാറെന്ന് പറയാറുണ്ട്. അപ്പോൾ അന്വേഷണം കൂടുതൽ ഡീപ്പാവും തോറും അതിനെ ക്ലിയർ ചെയ്യാനുള്ള മാസ്റ്റേഴ്സ് ആയിരിക്കും നമ്മുടെ ഫ്രണ്ടിൽ വരുന്നത്, അല്ലെങ്കിൽ നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത്. എന്നാൽ ആ അന്വേഷണം കൂടുതൽ വീണ്ടും കുറേ മുന്നോട്ട് പോകുമ്പോൾ ഉള്ളിൽ ഒരു ശാന്തത അല്ലെങ്കിൽ ഒരു മൗനം നമ്മുടെ ഉള്ളിൽ വന്നു ചേരും സ്വാഭാവികമായിട്ടും. അങ്ങനെ എത്രത്തോളം ആ മൗനം അങ്ങേക്ക് എത്തിപ്പെടാൻ സാധിച്ചിട്ടുണ്ട്, ആ മൗനത്തെ അറിയാൻ സാധിച്ചിട്ടുണ്ട്? ഞാനിപ്പോൾ 2010 അന്ന് ഈ പുതിയ ഒരു സാധനാ പദ്ധതിയിലേക്ക് വന്നതിന് ശേഷം മറ്റു ആധ്യാത്മിക വഴികളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് എനിക്കറിയാൻ കഴിഞ്ഞ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്ന് പറയുന്നത്, എനിക്ക് ഒരുപാട് മെയിൻ റോൾ എനിക്ക് തന്നെയാണ്. എന്നിൽ ഉള്ള പോരായ്മകളെ കളയാതെ, അത് മാറ്റാതെ, എൻ്റെ രീതികളിൽ മാറ്റം വരുത്താതെ എനിക്ക് ഈ പറയുന്ന മൗനമോ അല്ലെങ്കിൽ നമ്മൾ അന്വേഷിക്കുന്ന എന്താണോ ആ ശാന്തതയൊന്നും വരുമെന്ന് ഈ ഹാർട്ട്ഫുൾനെസ്സിൽ അല്ലെങ്കിൽ അന്നത്തെ സഹജമാർഗ രീതിയിലൂടെ ഉള്ള പ്രാക്ടീസിലൂടെ എനിക്ക് അറിയാൻ കഴിഞ്ഞു, മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതുവരെ നമ്മൾ എന്താണോ അത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിരുന്നാൽ നമ്മളിൽ മാറ്റം വരും, ആ രീതിയിലായിരുന്നു ഞാൻ ഉൾക്കൊണ്ടിരുന്നത്, മനസ്സിലാക്കിയത്. ഒരു പക്ഷേ അതെൻ്റെ കഴിവുറവുകൊണ്ടായി ആയിരിക്കാം. എല്ലാ പ്രസ്ഥാനങ്ങളിൽ ഞാൻ പോകുമ്പോഴും അവിടെ ചില ചിട്ടവട്ടങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ ചില പ്രാക്ടീസസൊക്കെ ഉണ്ട്. അപ്പം ഞാൻ എന്താണോ അതിൽ നിന്നുകൊണ്ട് ഈ പ്രാക്ടീസുകളൊക്കെ ചെയ്യുമ്പോൾ നമ്മിൽ മാറ്റം വരും, നമ്മൾ ഈ പറയുന്ന ആധ്യാത്മികമായിട്ടുള്ള ചെറിയ അവസ്ഥാവിശേഷങ്ങളിലൂടെ കടന്നു പോകും എന്നുള്ളൊരു ധാരണയും ആയിരുന്നു എന്നിലുണ്ടായിരുന്നു. ഈ ശ്രീരാമചന്ദ്ര മിഷനിൽ സഹജമാർഗ പദ്ധതിയിൽ വന്നപ്പോഴാണ്
അടിസ്ഥാനപരമായിട്ട് എന്നിൽ മാറ്റം വരുത്തേണ്ടതുണ്ട്. ഞാൻ മാറിയാൽ മാത്രമേ എനിക്ക് ഈ പറയുന്ന അവസ്ഥാവിശേഷങ്ങൾ, അതിൻ്റെ ഒരു അനുഭൂതി, അല്ലെങ്കിൽ ഈ പറയുന്ന ശാന്തത, ഇതെല്ലാം അറിയണമെങ്കിൽ നമ്മൾ പ്രാക്ടീസിനെക്കാട്ടുപരിയായിട്ട് നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ജീവിത രീതികളിൽ, നമ്മുടെ കാഴ്ചപ്പാടുകളിൽ മാറ്റം വരുത്തണം എന്നുള്ളത് ആദ്യമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ പിന്നീട് കുറേ കൂടെ ആഴത്തിലേക്ക് പോയപ്പോഴാണ് അത് അറിയുന്നത്, അത് വളരെ എളുപ്പമുള്ള കാര്യമല്ല. മറ്റത് വളരെ ഈസിയാണ്. നമുക്ക് മെഡിറ്റേറ്റ് ചെയ്യാം, ധ്യാനിക്കാം, കുറേ ചാൻറ്റിങ് ചെയ്യാം, മന്ത്രങ്ങൾ ചെല്ലാം, യോഗ പ്രാക്ടീസ് ചെയ്യാം, ഇതെല്ലാം വളരെ ഈസിയാണ്. പക്ഷേ എന്നെ ഒന്ന് മാറ്റാമെന്ന് പറഞ്ഞാൽ അത് വളരെ എളുപ്പമല്ലാന്ന് എനിക്ക് മനസ്സിലായി. അപ്പം അത് കുറേയും കൂടെ അങ്ങനെ അന്വേഷിച്ച്, അല്ലെങ്കിൽ ഇവരുടെ ഇവിടുത്തെ ട്രെയിനേഴ്സൊക്കെ ആയിട്ടുള്ള സംവാദത്തിലൂടെ അപ്പോഴാണ് അറിയാൻ കഴിയുന്നത്, ഞാൻ എന്ന് പറയുന്ന ഒരു വലിയൊരു ബാങ്ക് അക്കൗണ്ടാണെന്നുള്ളത് മനസ്സിലായത്. സേവിങ്സ് അക്കൗണ്ടുമായിട്ടാണ് ഞാനിവിടെ നടക്കുന്നതെന്നുള്ളത് മനസ്സിലാകുന്നത്. ആ സേവിങ്സ് അക്കൗണ്ടിലെ ചെറിയൊരു കറണ്ട് അക്കൗണ്ട് മാത്രമായിട്ടാണ് ഞാനിപ്പോൾ ഡീൽ ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ പുറകിൽ വലിയൊരു ഭാണ്ഡക്കെട്ട് ഉണ്ട്. അത് തമ്മിലുള്ള ഇൻട്രാക്ഷൻസ് ഉണ്ട്. അത് നമ്മുടെ ഡെയിലി ഇൻട്രാക്ഷൻസിൽ അതാണ് നമ്മളെ ഓവർറൂൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളെ നയിക്കുന്നത്, അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്നതെന്നൊക്കെ ചെറുതായിട്ട് പിടികിട്ടി തുടങ്ങി. അപ്പോൾ ആ ശാന്തത നമ്മൾ അനുഭവിക്കണമെങ്കിൽ നമ്മുടെ ആ ഒരു സംസ്കാരങ്ങളുടെ ആ ഒരു ഭാരം നമ്മളിൽ നിന്ന് ഒഴിയുന്തോറും മാത്രമേ നമുക്കതിൻ്റെ ആ ഒരു ഡെപ്ത് നമുക്ക് അനുഭവിക്കാൻ കഴിയുള്ളൂ എന്ന് മനസ്സിലാക്കി. അപ്പോൾ ശ്രീരാമചന്ദ്ര മിഷനിൽ ഞാനങ്ങനെ കോണ്ടാക്ട് ചെയ്തു. അവിടുത്തെ ട്രിവാൻഡ്രത്തിൻ്റെ ഇൻചാർജ് ട്രെയിനർ എന്നെ വിളിച്ചു. അങ്ങനെ എന്നെ ഇൻവൈറ്റ് ചെയ്തു. ഞാനവിടെ അവരുടെ സെൻറ്ററിൽ പോയി. അദ്ദേഹമായിട്ട് ഞാനൊരു മെഡിറ്റേഷൻ, ഫേസ് ടു ഫേസ് മെഡിറ്റേഷനാണ് ഞങ്ങൾ അവിടെ പ്രധാനമായിട്ട് നമ്മൾ ഈ അന്വേഷകർക്ക് കൊടുക്കുന്നത്. ആ ഒരു ഫേസ് ടു ഫേസ് സിറ്റിങ്ങിൽ ഞാൻ അതുവരെ അനുഭവിക്കാത്ത ഒരു തലങ്ങളിലേക്ക് ഞാൻ പോയി. അപ്പോൾ നമ്മുടെ ആ ഒരു മൗനം എന്ന് പറയുന്നതിൻ്റെയൊക്കെ വളരെ ഉയർന്ന ഒരു അവസ്ഥാവിശേഷത്തിലേക്ക് ഞാൻ എത്തിപ്പെട്ടു. ആ അരമണിക്കൂറിൻ്റെ ഉള്ളിൽ ഞാൻ എന്താണ് എല്ലാം മറന്നു, എവിടെയാണെന്ന് മറന്നു. എൻ്റെ ഒരു ഇന്നർ കണ്ടീഷൻ, ഒരു നിർവചിക്കാനാവാത്തൊരു അനുഭൂതിയുടെയും ആനന്ദത്തിൻ്റെയും ഒരു തലത്തിലേക്ക് എന്നെ കൊണ്ടുപോയി. ജീവിതത്തിൽ ഇതുവരെ അനുഭവിക്കാത്ത ഒരു അവസ്ഥാവിശേഷം. നമുക്ക് ആ ശാന്തത, ഈ പറയുന്ന മൗനത്തിൻ്റെ ചില സവിശേഷമായിട്ടുള്ള ചില മുഹൂർത്തങ്ങളെല്ലാം നമ്മൾ പല ആശ്രമങ്ങളിൽ പോകുമ്പോഴും പല ഗുരുക്കന്മാരെ കാണുകയും അവിടെ ഇരുന്ന് ചെയ്യുമ്പോഴൊക്കെ ചെയ്തതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു നിലയിലേക്ക് ഞാൻ പോയി. ആ ഒരു അവസ്ഥാവിശേഷം എന്ന് പറയുന്നത് നമ്മളെ ഒരു ടോട്ടലി ഒരു ഡിഫറെൻറ്റ് പ്ലെയിനിലേക്ക് നമ്മളെ കൊണ്ടുപോയി. മാത്രമല്ല ആ പ്ലെയിൻ അവിടെ നമ്മളിട്ടിട്ട് പോരുകയല്ല ചെയ്യുന്നത്, നമുക്കതിൽ നിന്നുകൊണ്ട് നമുക്ക് ചലിക്കാവുന്ന ഒരു ലെവലിലേക്കാണത് കൊണ്ടുവരുന്നത്. ആദ്യത്തെ ശ്രീരാമചന്ദ്ര മിഷനിലെ ആദ്യത്തെ സിറ്റിങ്ങിൻ്റെ ഒരു അനുഭവമാണത്. അപ്പം അത് എന്താണെന്നൊന്നും എനിക്കന്ന് മനസ്സിലായില്ല. അപ്പോൾ അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾക്ക് ഇറങ്ങിച്ചെല്ലാൻ, അതായത് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ ഒരു സെൽഫിലേക്ക്, അല്ലെങ്കിൽ റിയൽ സോഴ്സിലേക്ക് നമ്മൾ അടുക്കും തോറും ആ സോഴ്സിൻ്റെ നാച്ചുറലായിട്ടുള്ള ക്വാളിറ്റീസാണ് ഈ പറയുന്ന അവസ്ഥാവിശേഷങ്ങളെല്ലാം. അപ്പോൾ ഈ സോഴ്സിലേക്ക് നമുക്ക് അടുക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ, നമ്മൾ എഫേർട്ട് എടുക്കുമ്പോഴത്തേക്കും നമ്മളെ ആ ഒരു എഫേർട്ട് എടുക്കുന്ന ഒരാൾ അവിടെ ചില പ്രതിബന്ധമായിട്ട് വരുന്നു. അതോടൊപ്പം ഈ ആളെന്ന് പറയുന്നത് തന്നെ എന്താണ്, നേരത്തെ പറഞ്ഞ നമ്മളെ ഒരു അക്യുമുലേഷൻ, അല്ലെങ്കിൽ ഒരു കളക്ഷൻ ഓഫ് നമ്മുടെ ഒരു ഇമോഷണൽ ബാഗേജസ് ഒക്കെ ആയിട്ടാണ് നമ്മളിങ്ങനെ പോകുന്നത്. അപ്പോൾ അത് കയ്യിലിരിക്കുന്നിടത്തോളം കാലം നമുക്ക് ഈ ഒരു ശാന്തമായ, അല്ലെങ്കിൽ മൗനം, അല്ലെങ്കിൽ ഒരു അവസ്ഥാവിശേഷത്തിലേക്ക് പോകാൻ പറ്റുന്നില്ല. ഇവിടെ എന്തുകൊണ്ടത് നടന്നു? ഈ ഒരു മെഡിറ്റേഷൻ സെഷനിൽ
അത്രമാത്രം ആഴത്തിലേക്ക് എന്നെ കൊണ്ടുപോവുകയും വളരെ ഒരു ഉയർന്ന ഉന്നതമായൊരു ശാന്തിയുടെ ഒരു വളരെ സ്റ്റേബിളായിട്ടുള്ള അവസ്ഥാവിശേഷത്തിലേക്ക് എനിക്ക് ചെല്ലാൻ കഴിയും. അത് ആദ്യമായിട്ടാണ് അത്രയും ഡെപ്തിലേക്ക് എനിക്ക് പോകാൻ കഴിയുന്നത് ആ ഒരു മൗനത്തിൽ. അത് നമ്മുടെ കൂടെ നിൽക്കുകയും ചെയ്തു. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും വേൾഡായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പം അത് കുറച്ച് ഡിമിനിഷ് ചെയ്ത് വരുന്നു. രണ്ടാമത്തെ സിറ്റിങ്ങിൽ പോകുമ്പോഴത്തേക്കും വീണ്ടും ഇതേ അവസ്ഥ നമുക്കുണ്ടായി വരുന്നു, ആ മെഡിറ്റേഷൻ ഉണ്ടായി വരും. അപ്പോൾ അതാണ് അവിടെ സംഭവിച്ചത്. അപ്പോൾ ഈ ഒരു ധ്യാനത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ ഈ മൗനത്തിൻ്റെ അല്ലെങ്കിൽ ഈ ആനന്ദത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു വളരെ സമാധാനത്തിൻ്റെ ഒരു ലവ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലേക്ക് നമ്മൾ അങ്ങനെ ഇറങ്ങി പോകുന്നതായിട്ട് അനുഭവിക്കുന്നുണ്ട്. പിന്നീട് അറിയാൻ കഴിഞ്ഞു അതിൻ്റെ എന്തുകൊണ്ടാണ് അതങ്ങനെ സംഭവിക്കുന്നതെന്നൊക്കെ ഉള്ളത്. പിന്നീട് നമുക്ക് സമയമുണ്ട്, അതിലേക്ക് പോകണമെങ്കിൽ നമുക്ക് അതിലേക്ക് പോകാം. ഒരു സാധകൻ്റെ യാത്ര എന്ന് പറയുന്നത് ഒരിക്കലും അതൊരു യാത്രയാണ്, അതൊരു തുടർച്ചയാണ്. ഒരു ഉദാഹരണത്തിന് നമ്മൾ ഒരു ലാഡറിൽ കയറുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ടോപ്പിലെത്തുന്നത് ഓരോ സ്റ്റെപ്പും ചവിട്ടിയാണ്. അതുപോലെ തന്നെ സാധകൻ്റെ തുടക്കം അവൻ്റെ അന്വേഷണം തുടങ്ങുമ്പോൾ തുടങ്ങുന്നതാണ് ആ യാത്ര. എന്നാൽ അവൻ്റെ അന്വേഷണം ഡീപ്പാവും തോറും അവൻ ഓരോ പടിപടിയായിട്ട് അവൻ്റെ മനോതലം ഉയർത്തി അൾട്ടിമേറ്റിലേക്ക് എത്തുന്നു. അപ്പോൾ അങ്ങയുടെ ഈ ഇത്രയും നാളത്തെ യാത്രയിൽ ആ ഓരോ പിന്നിട്ട വഴികൾ, ആ പടികൾ ഇപ്പോൾ നിൽക്കുന്ന ഈ ഒരു സ്റ്റേജ് വരെ എത്താൻ അല്ലെങ്കിൽ അത് അത്രയും എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട്? ഞങ്ങളുടെ ഈ നമ്മുടെ ഓരോ ജീവിത അനുഭവങ്ങളും നമ്മളെ വളരാനാണ് സഹായിക്കുക. ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന പ്രതിബന്ധങ്ങൾ അല്ലെങ്കിൽ അവർ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ജീവിത അനുഭവങ്ങൾക്ക് അതിന് പുറകിൽ ചില കാരണങ്ങളുണ്ട്. ഞാൻ ഞങ്ങളുടെ ഹാർട്ട്ഫുൾനെസ്സുമായിട്ട് ബന്ധപ്പെട്ടതിൽ നിന്നും അദ്ദേഹത്തിൻ്റെ മാസ്റ്റേഴ്സിൽ നിന്നുള്ള കാര്യങ്ങളിൽ അവർ പറയുന്ന ഇതിൽ നിന്നെല്ലാം ഞാൻ മനസ്സിലാക്കിയെടുത്ത കാര്യം, എൻ്റെ അറിവ് വെച്ച് ഞാൻ പറയുകയാണ്. ഓരോ ജീവിത സാഹചര്യങ്ങൾക്കും അതിൻ്റെ പുറകിൽ അതിൻ്റേതായ ചില കാരണങ്ങളുണ്ട്. അപ്പം നമ്മളിലൂടെ കടന്നു പോകുന്ന ഓരോ അനുഭവങ്ങളും ശരിക്ക് നമ്മളിലൂടെ കടന്നു പോകേണ്ടതായിരിക്കാം. അതിൽ നിന്ന് നമുക്ക് പാഠങ്ങൾ പഠിക്കേണ്ടതുണ്ട്. നമ്മളതിനെ ഞങ്ങൾ ഹാർട്ട്ഫുൾനെസ്സിൽ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നമ്മളതിനെ ആക്സെപ്റ്റ് ചെയ്യണം. വരുന്ന ഓരോ സംഭവങ്ങളെയും നമ്മൾ അതിനെ എതിർക്കാതെയോ ഫൈറ്റ് ചെയ്യാതെയോ അതിലൂടെ കടന്നു പോകണം. ഒരു ബാലൻസ്ഡ് കണ്ടീഷനിലൂടെ അതിനെ കൈകാര്യം ചെയ്ത് പോകണം. അപ്പോൾ ഇതേപോലെ നമ്മൾ നമുക്കൊരു അന്വേഷണം തോന്നി, അന്വേഷണത്തിലൂടെ നമ്മൾ പല വഴികളിലൂടെ വന്നു. ഇതെല്ലാം നമ്മുടെ മാനസികമായിട്ടുള്ള ആ ഒരു അവെയർനെസ് അല്ലെങ്കിൽ ഈ പ്രപഞ്ച നിലനിൽപ്പിനെ പറ്റിയിട്ടുള്ള ചെറിയ എന്താ പറയുക, നമുക്കൊരു എത്തിനോട്ടം പോലെ നമുക്ക് അനുഭവങ്ങളാണ്. അല്ലെങ്കിൽ നമ്മളെ അങ്ങ് മാറ്റി കൊണ്ടുപോകുമായിരുന്നു. ഒരുപക്ഷെ ഈ സഹജമാർഗത്തിലേക്ക് ഞാൻ വരുന്നതിലേക്ക് തന്നെ അതിൻ്റെ പുറകിൽ ഞാൻ പോയിക്കൊണ്ടിരുന്ന വഴികളെല്ലാം തന്നെ എന്നെ ഇവിടെ എത്തിച്ചത് തീർച്ചയായിട്ടും അത് സഹായിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു മാർഗത്തിലേക്ക് എനിക്ക് എത്തിപ്പെടാൻ കഴിയില്ല. അപ്പോൾ അതിലേക്ക് എത്തിപ്പെടാൻ നിയോഗം പോലെ ആയിരിക്കണം ഓരോ ആളുകളെ, ഈ ആധ്യാത്മിക വഴിയിലുള്ള ഓരോ ആളുകൾ തമ്മിലുള്ള ഇടപെടലുകളും അവരിൽ നിന്നുള്ള ആ ഇൻറ്ററാക്ഷൻസിലൂടെ നമുക്ക് കിട്ടുന്ന ചെറിയ അനുഭവങ്ങൾ, അവെയർനെസ്സിലൂടെ അത് തീർച്ചയായിട്ടും നമ്മളെ ഈ ലാഡറിൽ, ജീവിതത്തിൻ്റെ യാത്രയിൽ എപ്പോഴും സഹായകരമാണ്. ഇനിയും നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ഒരു അന്വേഷണത്തിൽ നമ്മൾക്ക് ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു നമ്മുടെ ഉള്ളിലുള്ള ഭാരങ്ങളെ നമ്മളെങ്ങനെ കൈകാര്യം ചെയ്യുന്നു, അതിൽ നമ്മുടെ ഒരു വ്യക്തിക്കും അതിനകത്ത് ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്തത്തിലൂടെ ആ വ്യക്തി പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വേണ്ടത് എന്താണോ അത് തന്നെ വേണ്ട അളവിൽ തന്നെ വന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതെ.
അപ്പോൾ ഇതിൽ വ്യക്തി എന്ന് പറയുമ്പോൾ നമ്മളുടെ കഴിഞ്ഞ കാലങ്ങൾ, അതൊരു പക്ഷേ അതിനു മുമ്പും നമുക്ക് മുമ്പും നമ്മളുടെ തന്നെ കൂടെ ഉണ്ടായിട്ടുള്ള ഒരുപാട് സംസ്കാരങ്ങൾ, ഇപ്പോൾ എൻ്റെ കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ എന്നിലൂടെ കടന്നുപോയ കാര്യങ്ങൾ, ഇതെല്ലാം എൻ്റെ ഉള്ളിൽ അതിനൊരു വലിയ സംസ്കാരമായിട്ട് എൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട്. ഈ സംസ്കാരങ്ങൾ നമ്മളുടെ ഇന്നത്തെ നമ്മുടെ പ്രവൃത്തികളെ അത് ഇൻ്റർഫിയർ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ എടുക്കുന്ന അല്ലെങ്കിൽ ഒരു കാണുന്ന അല്ലെങ്കിൽ ഒരു ചാലഞ്ച് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ ഈ സംസ്കാരങ്ങൾ കയറി അതിനകത്ത് വന്ന് അത് ആ ഒരു സിറ്റുവേഷനെ എന്താ പറയുക, ഒരു മിക്സാക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഒരു സിറ്റുവേഷൻ എന്താണോ നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത്, അവിടെ 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒരു റൈറ്റ് അണ്ടർസ്റ്റാൻഡിങ്. ആ ഒരു സിറ്റുവേഷനെ നമ്മൾ നേരാവണ്ണം മനസ്സിലാക്കണം. അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഒരു വളരെ ബാലൻസ്ഡ് കണ്ടീഷനിൽ ഇരുന്നാൽ മാത്രമേ നമുക്കത് കാണാൻ കഴിയുള്ളൂ. സിറ്റുവേഷനെ തന്നെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ആ ബാലൻസ് നമ്മൾ ഇമോഷണലി ആ ബാലൻസ് ഇത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ നമ്മൾ കാണുന്ന ആ വസ്തുത യഥാർത്ഥ വസ്തുതയല്ല. അതൊരു എന്താ പറയുക, ഒരു കളേർഡ് ഗ്ലാസ്സിൽ കൂടെ, കൂളിംഗ് ഗ്ലാസ്സിലൂടെ കാണുന്ന പോലെയായിരിക്കും ആ വസ്തുത അല്ലെങ്കിൽ ആ ഇമേജ്. ഇനി അടുത്തത് എന്താണ്, നമ്മളതിനെ വിശകലനം ചെയ്യുകയാണ്. ഈ വിശകലനം ചെയ്യുമ്പോഴും നമുക്കൊരു കറക്റ്റ് തിങ്കിങ് പ്രോസസ്സ് നടക്കണം. ഈ കറക്റ്റ് തിങ്കിങ് നടക്കുമ്പോഴും നമ്മളുടെ പാസ്റ്റ് കയറി വന്ന് അതിനകത്ത് ഇടപെടാൻ പാടില്ല. അപ്പോഴും അത് മിസ്ഗൈഡഡായിട്ട് വേറെ ഡയറക്ഷനിലേക്ക് പോവുകയാണ്. അങ്ങനെ നമുക്ക് ആ ഒരു ബാലൻസ്ഡ് കണ്ടീഷനിൽ നിന്നുകൊണ്ട് നമുക്കതിനെ അറിയാൻ കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു ജീവിതത്തോട് ഈ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, നമ്മുടെ എപ്പോഴും വളരെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു ജീവിതത്തോടുള്ളൊരു കാഴ്ചപ്പാട് ഓരോ വ്യക്തിയും ആദ്യം തന്നെ ഏറ്റവും ഫണ്ടമെൻ്റലായിട്ടുള്ളൊരു കാര്യമാണ്. സത്യസന്ധത കൈമുതലായാൽ മാത്രമേ നമുക്ക് ഒരടി പോലും മുന്നോട്ട് വയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ഹോണസ്റ്റ് അപ്രോച്ച് ടു ലൈഫ് എന്ന് പറയുന്ന അത് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എൻ്റെ സ്വാർത്ഥത അവിടെ മുന്നിൽ വരില്ല. അപ്പോൾ എന്നിൽ നിന്ന് വരുന്ന പ്രതികരണം അത് പ്രകൃതിക്ക് താതാത്മ്യമുള്ള രീതിയിൽ, ഇൻ ട്യൂൺ വിത്ത് നേച്ചർ എന്നുള്ള രീതിയിൽ എനിക്ക് പ്രതികരിക്കാൻ കഴിയും. എന്നിൽ നിന്ന് പ്രതികരണം വരും. ഈ ഒരു 3 അവസ്ഥാവിശേഷങ്ങൾ അവിടെ എല്ലാം എടുത്തു കാണിക്കുന്നത് നമ്മുടെ ഉള്ളിലെ സംസ്കാരങ്ങളുടെ ആ ഒരു ഇടപഴകലുകൾ നമ്മുടെ ഇന്നത്തെ ജീവിതത്തിൽ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇന്ന് എല്ലാവരും ഈ അനുഭവിക്കുന്ന സ്ട്രെസ് അല്ലെങ്കിൽ ജീവിത സംഘർഷങ്ങൾക്കെല്ലാം കാരണമായിട്ട് എനിക്ക് തോന്നുന്നത്. സാധകരെല്ലാവരും പല സിസ്റ്റങ്ങളാണല്ലോ ഫോളോ ചെയ്യുന്നത്. എന്നാൽ ലക്ഷ്യം ഒന്ന് തന്നെയാണ്. എന്നാൽ പല സിസ്റ്റങ്ങൾ ഉണ്ടെങ്കിലും ഒരു സാധകനൊരു കാഴ്ചപ്പാടുണ്ടല്ലോ, അവൻ്റെ ലക്ഷ്യം എന്നുള്ള ഒരു കാഴ്ചപ്പാടുണ്ട്. ആ ലക്ഷ്യത്തെ ഫോക്കസ് ചെയ്തായിരിക്കും ഓരോ സാധകരും യാത്ര ചെയ്യുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഒരു സാധകൻ എന്നുള്ള വ്യൂ പോയിൻ്റിൽ അങ്ങ് ബുദ്ധനെ എങ്ങനെയാണ് കാണുന്നത്? ഞാൻ മനസ്സിലാക്കിയ ആ ശ്രീബുദ്ധൻ, അദ്ദേഹത്തെ ഞങ്ങൾ പല കാര്യങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്, അദ്ദേഹം ആ ഔന്നത്യത്തിലേക്ക് എത്തിയിട്ടുള്ള ഒരു പ്രതിഭാസമാണ്. ഒരു മനുഷ്യജന്മത്തിൽ എത്തിപ്പെടാവുന്ന ഉന്നതമായ അവസ്ഥയിൽ, അതിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ടോ എന്ന് നമുക്കറിയില്ല, അങ്ങനെ ഒരു അവസ്ഥയിലിരിക്കുന്ന ആ അവസ്ഥാവിശേഷത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം പറയുകയും നമുക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നമ്മുടെ ഒരു ബോധത്തിൻ്റെ അവസ്ഥ വെച്ചുകൊണ്ട് അത് മനസ്സിലാക്കാനും അതിനനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തുക എന്ന് പറയുന്നത് വളരെ വളരെ ബുദ്ധിമുട്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഏറ്റവും ഉന്നതമായ അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് അവർ എന്തും പറയുന്നത്. അതാണ് ഞാനൊരു ചില സിസ്റ്റങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പോൾ വ്യത്യാസങ്ങൾ എനിക്ക് കാണാൻ കഴിയുന്നത്, ഞാൻ എവിടെ നിൽക്കുന്നു,
ഞാൻ ഇപ്പോൾ ആരാണ്, ഞാൻ ആരാകണം. അപ്പോൾ എല്ലാവരും പറയുന്നത് ഞാൻ ആരാകണം എന്നുള്ളതാണ്. ഞാൻ എവിടെ നിൽക്കുന്നു എന്നതിനെപ്പറ്റി വളരെ 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 കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു രീതിയിലൂടെയാണ് പല സംസ്ഥകളെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇവിടെ അതാ ഞാനും ഈ പല പല രീതിയിൽ മാറി ഞാനിവിടെ രാമചന്ദ്ര മിഷനിൽ ഹാർട്ട്ഫുൾനെസ്സിൽ വന്നപ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷകരമായി അല്ലെങ്കിൽ അനുഭവവേദ്യമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഞാൻ എവിടെ നിൽക്കുന്നു എന്ന് എന്നെ മനസ്സിലാക്കി തന്നതാണ്. പൂർണ്ണമായിട്ടാണോ എന്നറിയില്ല, പക്ഷേ എൻ്റെ പരിമിതികൾ, എൻ്റെ പോരായ്മകൾ, ഞാൻ എന്തൊക്കെ എൻ്റെ കൂടെ കൊണ്ടു നടക്കുന്നുണ്ട്, ഇതെല്ലാം ഈ ധ്യാനത്തിലൂടെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വരാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പിന്നെ വളരെ എളുപ്പമാണ് അത്രയും കണ്ടതിനെ കളയാൻ. പക്ഷെ കാണുന്നില്ല, നമ്മൾ കാണാനുള്ളൊരു സാഹചര്യം നമുക്ക് കിട്ടുന്നില്ല. ഉണ്ടെങ്കിൽ ആ ഒരു അതാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു സംവേദനക്ഷമതയും നമുക്ക് ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ ഒരു പ്രാക്ടീസ് വളരെ കൃത്യമായി നമ്മൾ ധ്യാനത്തിലൂടെ കടന്നുപോയി ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ പോരായ്മകൾ ഇങ്ങനെ പോപ്പപ്പ് ചെയ്ത് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് നമ്മളിങ്ങനെ വരാൻ തുടങ്ങും. നമ്മുടെ ധ്യാനത്തിലിരിക്കുമ്പോഴല്ല, അത് കഴിഞ്ഞുള്ള നമ്മുടെ ഡേ ടു ഡേ ഇൻട്രാക്ഷൻസിലൊക്കെ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. അപ്പം ഞാൻ എവിടെ നിൽക്കുന്നു എന്ന് ഒരു ചെറിയൊരു ബോധമെങ്കിലും ഇല്ലാതെ ഞാൻ എങ്ങോട്ട് പോകണം, ഞാൻ ആയിത്തീരണം എന്നുള്ളതിനെ അതിലേക്ക് ശ്രദ്ധിച്ചിട്ട് ഒട്ടും കാര്യമില്ല. അപ്പോൾ ഈ ഞാൻ മനസ്സിലാക്കിയ മിക്ക സാധനാ പദ്ധതികളും ഞാൻ അധികം അതിനുവേണ്ടിയൊന്നും സമയം ചെലവഴിച്ചിട്ടില്ല മനസ്സിലാക്കാനായിട്ട്. കാരണം നമുക്കൊരു എളുപ്പവഴി കിട്ടിയപ്പോൾ പിന്നെ അതിലൂടെ തന്നെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ പലതും എനിക്ക് തോന്നുന്നത് ഞാൻ ആരായിത്തീരണം എന്നുള്ളതിനെ പറ്റിയാണ് എവിടെയും പ്രതിപാദിക്കുന്നത്. ഞാൻ ആരാണ്, ഞാൻ എവിടെ നിൽക്കുന്നു എന്നതിനെ പറ്റി നമ്മൾ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് പുരോഗതി ഉണ്ടാവുകയുള്ളൂ. ഈ നിമിഷത്തിൽ നമ്മുടെ മനോതലം ഏത് രീതിയിലാണെന്നുള്ളത് തിരിച്ചറിഞ്ഞാൽ അതിനെ മാറ്റി നമുക്ക് മുന്നോട്ടൊരു ഹയർ ലെവലിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അതെ. അപ്പോൾ അത് നമ്മളിൽ നിന്ന് ആ ഒരു ഇപ്പോഴത്തെ അവസ്ഥ അല്ലെങ്കിൽ നമ്മുടെ ബോധത്തിൻ്റെ അവസ്ഥ വളരെ നേരിയ ഒരു ചെറിയൊരു ലെയർ പോലെ ഇരിക്കുന്ന അവസ്ഥയിൽ നിന്ന് അതിനെ വളരെ വലുതായി വിസ്താരമുള്ളൊരു ആകാശത്തിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ നമ്മൾ ഈ വലിയ ഭാരവും കൊണ്ട് നമുക്ക് അങ്ങോട്ട് സ്വാതന്ത്ര്യമാണ് ശരിക്കും ഒരു സാധകന് വേണ്ട ഒരു സ്വാതന്ത്ര്യം എന്ന് പറയും. അപ്പോൾ നമുക്കതിന് ഇവിടെയെല്ലാം എടുത്തു കാണിക്കുന്നത് എന്ന് വെച്ചാൽ നമുക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ഉത്തരവാദിത്വമുണ്ട്. നമ്മൾ വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. നമ്മളെ സഹായിക്കാനായിട്ട് ഗുരുക്കന്മാരുണ്ട്, മാസ്റ്റേഴ്സുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ നമ്മൾ വർക്ക് ചെയ്യണം. ഇന്നത്തെ ഞാനിൽ നിന്ന് ഞാനായിത്തീരേണ്ട ഞാനിലേക്ക് നമ്മൾ യാത്ര തുടങ്ങണമെങ്കിൽ നമ്മൾ നിൽക്കുന്നത് എവിടെയെന്നും എന്തുമാത്രം താഴെയാണെന്നും അതിനെ പറ്റിയൊക്കെ ഒരു ബോധം നമുക്കുണ്ടാവണം. ഈ ബോധം അത് കാണിച്ച് തരുന്നു, അല്ലെങ്കിൽ ഒരു നമുക്ക് സാഹചര്യങ്ങൾ നമുക്കത് ഉണ്ടാക്കി തരുന്നു അതറിയാനായിട്ട്. സാഹചര്യം ഉണ്ടാവുക മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കുകയും കൂടെ വേണമല്ലോ. ഈ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് വരുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഈ ഒരു പ്രാക്ടീസിലൂടെ കടന്നു പോകുമ്പോൾ വലിയൊരു നേട്ടമായിട്ട് ഞാൻ കാണുന്നത്. നമുക്ക് ഒരു അന്വേഷകനാകാൻ നമുക്ക് നമ്മുടെ മസ്തിഷ്കം ആവശ്യമാണ്. എന്നാൽ അതിനെ ഉൾക്കൊള്ളാൻ ഒരു ഹൃദയവും വേണം. അങ്ങനെ നോക്കുമ്പോൾ ഒരു സാധകന് ഇത് രണ്ടും അത്യാവശ്യമാണോ? അത്യാവശ്യമല്ലേ ഇത് രണ്ടും? തീർച്ചയായിട്ടും ഒരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു സാധകൻ ആത്മാർത്ഥതയിലേക്ക് വരുമ്പോൾ ഹൃദയമാണ് ഏറ്റവും പ്രാധാന്യം. മനസ്സിൻ്റെ റോള് കുറച്ച് കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. അപ്പോൾ ഹൃദയത്തിലൂടെയുള്ള ഒരു ജീവിത രീതി നമ്മളിങ്ങനെ വന്നു ചേരും. നമ്മളതൊരു എന്താ പറയുക, ആ ഒരു എവല്യൂഷൻ കൂടുതൽ ഹൃദയത്തിൽ നിന്ന് വരുന്ന നമ്മളെ നയിക്കുന്ന ഹൃദയത്തിൽ നിന്ന് വരുന്ന സൂചനകളിലൂടെ, ഹൃദയത്തിൽ നിന്നുമായിട്ടുള്ള ഇടപഴകലിലൂടെ, ഹൃദയമാണ് നമ്മളെ ഈ ഒരു ഉയർന്ന നിലയുമായിട്ട് നമ്മളെ കണക്റ്റ് ചെയ്യുന്നതെന്നുള്ളൊരു ചെറിയൊരു മനസ്സിലാക്കൽ നമുക്ക് വരും. ഹൃദയമാണ്
യഥാർത്ഥത്തിൽ ആ ഒരു പ്രസൻസ് ഓഫ് കണ്ടീഷൻ നമുക്ക് അല്ലെങ്കിൽ അവയർനെസ് തരുന്നതും, ഹൃദയമാണ് നമുക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ തരുന്നതും, ഹൃദയത്തിൽ തരുന്ന നിർദ്ദേശങ്ങൾ വളരെ പരിശുദ്ധമാണെന്നും ആ നിർദ്ദേശങ്ങളിലൂടെ നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾക്ക് എന്താണോ നമ്മൾക്ക് വേണ്ടുന്നത് അത് യഥാസമയം നമുക്ക് കിട്ടും എന്നുള്ള ഒരു അറിവ് യഥാർത്ഥ സാധകനിൽ ഉണർന്നു വരും. ഏത് പ്രാക്ടീസ് ചെയ്താലും അങ്ങനെ ഹൃദയത്തിലൂടെ ഒരു ജീവിത രീതി ചിട്ടപ്പെടുത്തി വരുന്നുണ്ടെങ്കിൽ അത് നേരായ വഴിയാണ്. ഇപ്പോൾ ഹൃദയം ആണ് നമ്മളുടെ ലൈഫിലെ ഗൈഡിങ് ഫോഴ്സ്. ശരിക്കും മനസ്സിൻ്റെ റോള് കുറഞ്ഞു വരികയും അതിൻ്റെ ഇൻഫ്ലുവൻസ് കുറഞ്ഞ്, മനസ്സ് എന്ന് പറയുമ്പോൾ തന്നെ അതൊരു സ്കെയിലാണ് ശരിക്കും പറഞ്ഞാൽ. അതിനൊരു അബ്സ്ട്രാക്റ്റ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഹൃദയം ഒരു അബ്സ്ട്രാക്റ്റമാണ്. അതിന് ഗുണം എന്ന് പറയാൻ പറ്റില്ല. അത് പ്യുവർ ഒരു എൻറ്റിറ്റിയാണ്. അപ്പോൾ അതിൽ നിന്ന് വരുന്ന ആ ഹൃദയത്തിലൂടെ ജീവിക്കുക എന്നുള്ള ഒരു രീതിയാണ് സത്യത്തിൽ ഹാർട്ട്ഫുൾനെസ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിലേക്ക് നമ്മൾ എത്തിക്കുക എന്നുള്ളതാണ് ഇതിലൂടെ നടക്കുന്നത്. ഒരു ഹൃദയത്തിൻ്റെ ഭാഷയെ സാധകൻ വളർത്തിയെടുക്കണം. ഹൃദയത്തിലൂടെ. ഹൃദയം എന്ന് പറയുമ്പോൾ എഗെയിൻ ഹൃദയം എന്ന് പറഞ്ഞാൽ ഈശ്വരനാണ്. ഹൃദയം എന്ന് പറഞ്ഞാൽ സ്നേഹമാണ്. ആ സ്നേഹത്തിൻ്റെ ആ ഒരു എനർജി, അതൊരു എനർജി ഫീൽഡാണ്. അപ്പോൾ ആ ഒരു എനർജി ഫീൽഡിലൂടെ അല്ലെങ്കിൽ അതിൻ്റെ ഗൈഡൻസിലൂടെ, അതിൻ്റെ നിറവിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് പുതിയ തലങ്ങളിലേക്ക് നമുക്ക് അറിയാനും മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും പറ്റും. ആ ഒരു പ്യുവർ നോളജ് നമ്മളിലേക്ക് എത്തുന്നത് ആ സമയത്തായിരിക്കും. ആ ഒരു ഹൃദയത്തിൻ്റെ ഭാഷ ഒരു സാധകനെ കൈവരിക്കാൻ സാധിക്കുമ്പോൾ നമുക്കതിനെ ഇന്നർ പ്യൂരിറ്റി എന്നൊക്കെ പറയാം. നമുക്ക് അതിങ്ങനെ സ്റ്റേജ് ബൈ സ്റ്റേജായിട്ട് നമ്മളിങ്ങനെ വരുന്നതാണ്. നമ്മുടെ സംസ്കാരങ്ങളെ കൊണ്ടുള്ള നമ്മളുടെ ഭാരം നമ്മളിൽ നിന്ന് കുറഞ്ഞു തുടങ്ങുമ്പോൾ ഹൃദയത്തിൻ്റെ ഹൃദയം അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ അറിയുന്നില്ല. ഈ ഒരു ഭാരം നമ്മളിൽ നിന്ന് കുറയുമ്പോൾ, അതിൻ്റെ ഇൻഫ്ലുവൻസ് കുറയാൻ തുടങ്ങുമ്പോൾ ഇവിടെ നിന്ന് വരുന്ന വോയിസ് നമുക്ക് കുറേയും കൂടെ കൂടുതലായിട്ട് നമുക്ക് ക്ലാരിറ്റിയോടുകൂടി നമ്മൾ അറിയാൻ കഴിയുന്നു, കേൾക്കാൻ കഴിയുന്നു. അതിനനുസരിച്ച് നമുക്ക് അപ്പോൾ അത് രണ്ടും ഒന്നാണ്. അല്ലെങ്കിൽ ഡിവിനിറ്റി എന്ന് പറയുന്നത് ഡിവൈൻ എസൻസ് ആണ് അത് എന്നുള്ളൊരു അറിവ് നമുക്ക് വരാൻ തുടങ്ങുമ്പോൾ നമ്മൾ കൂടുതൽ ആഴത്തിലേക്ക് അതിനെപ്പറ്റി അറിയാനും അതിൻ്റെ സാമീപ്യത്തിന് അതിൻ്റെ കൂടെ ഒന്നായി നമുക്കതിങ്ങനെ സഞ്ചരിക്കാനുള്ളൊരു തീക്ഷ്ണമായിട്ടുള്ളൊരു ആഗ്രഹം നമ്മുടെ ഉള്ളിൽ വരും. സാധകരെല്ലാവരും അവനവനിലേക്കുള്ള യാത്രയാണല്ലോ. മീ ടു മീ, എന്നിൽ നിന്നും എന്നിലേക്ക്. ഇപ്പം നമ്മൾ ആ സാധകൻ ഡെവലപ്പ് ചെയ്യേണ്ടത് ഹൃദയമാണ്, അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ ഭാഷയാണെന്ന് പറയും. അപ്പം ഒരു ഹേർട്ട്ഫുൾനെസ് അല്ലെങ്കിൽ ആ ഹേർട്ടിൽ നിന്നും ഒരു സ്പിരിച്വൽ ഹേർട്ട് ഡെവലപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ ആ യാത്രയുടെ ദൂരം, അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാം. നമ്മുടെ ഉള്ളിൽ ഈ കോംപ്ലക്സിറ്റീസൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ സങ്കീർണതകളുടെ ഒരു വലിയൊരു വലയമാണ് നമ്മൾ ചുറ്റി നിൽക്കുന്നത്. ഈ സങ്കീർണതകൾ നമ്മൾ ഒന്നൊന്നായി കെട്ടഴിക്കാൻ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് അനേക ജന്മങ്ങളുടെ വർക്ക് ചെയ്യേണ്ടതുണ്ട്. പക്ഷേ വളരെ ഉന്നതമായ അവസ്ഥയിൽ നിൽക്കുന്ന ഒരു മനുഷ്യരൂപത്തിലുള്ള ഒരു ഉന്നതമായ അവസ്ഥയിലിരിക്കുന്ന ഒരു ഗുരുവിന്, അല്ലെങ്കിൽ ആ ഉയർന്ന നിലയിലിരിക്കുന്ന ഒരു മാസ്റ്റർക്ക് വളരെ എളുപ്പത്തിൽ നമ്മളെ ഉള്ളിലിരിക്കുന്ന ഈ സങ്കീർണതകളെ പെട്ടെന്ന് എളുപ്പത്തിൽ മാറ്റിക്കളയാൻ അവർക്ക് സാധിക്കും. ഞങ്ങളുടെ ഇവിടെ ഈ ഹാർട്ട്ഫുൾനെസ്സിൽ മാസ്റ്റർ എന്ന് പറഞ്ഞാൽ ഈ ഗുരു, മാസ്റ്റർ, ഗൈഡ് എന്ന് പറയുന്ന ആ ഒരു പ്രതിഭാസത്തിന് വളരെ വളരെ പ്രാധാന്യമുണ്ട്. നമ്മുടെ ഉള്ളിൽ എത്രയോ ജന്മങ്ങളുടെ ഭാരങ്ങൾ നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ട്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് ഞാൻ എന്ന വ്യക്തി കെട്ടഴിക്കാൻ തുടങ്ങുമ്പോൾ, ലോവർ മീ എന്ന് പറയുന്നത് അത് കെട്ടഴിക്കാൻ തുടങ്ങുമ്പോൾ
ഒരിക്കലും തീരുന്നില്ല. മാത്രവുമല്ല, കൂടുതൽ കൂടുതൽ ഭാരങ്ങൾ നമ്മൾ ഉള്ളിലേക്ക് നമ്മളറിയാതെ തന്നെ കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ വളരെ ഉയരത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് താഴെ നിൽക്കുന്ന ആളുകളുടെ ഭാരങ്ങൾ എന്താണെന്ന് കാണാൻ കഴിയുന്നു. അവർ എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു, എവിടെയാണ് എന്നൊക്കെ അവർക്കറിയാൻ കഴിയുന്നുണ്ടായിരിക്കും. അപ്പം അവരുടെ ആ ഒരു വർക്കിലൂടെ നമ്മുടെ ഉള്ളിലെ ഈ സംസ്കാരങ്ങളുടെ ഭാരം വളരെ പെട്ടെന്ന് നീക്കം ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണ് നമ്മൾ അറിയുന്നതെന്ന് പറഞ്ഞാൽ, നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ ഒരു സിറ്റിങ്ങിൽ ഇത്രമാത്രം ആഴത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകണമെങ്കിൽ എന്താണ് ഈ ആഴത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതിന് പ്രതിബന്ധമായി നിൽക്കുന്നത്? നമ്മളൊരു റാന്തൽ എടുക്കുകയാണെങ്കിൽ റാന്തലിൻ്റെ വെളിച്ചം അതുപോലെ തന്നെയുണ്ട്. അപ്പം അതിൽ ഇരിക്കുന്ന പൊടിപടലങ്ങൾ ഉള്ളതുകൊണ്ടാണല്ലോ നമ്മളെ പ്രകാശത്തിൻ്റെ ആ ഒരു ശക്തി നമ്മൾ കുറഞ്ഞു കാണുന്നത്. നമ്മളൊരു അല്ലാതെ ധ്യാനിക്കുന്നു, നമുക്ക് ചെറിയൊരളവിലേക്ക് നമ്മൾ പോകുന്നുണ്ട്, ശാന്തതയിലേക്ക് പോകുന്നുണ്ട്, മൗനത്തിൻ്റെ ഒരു ചെറിയൊരു സ്വാദ് എന്താണെന്ന് നമ്മൾ അറിയുന്നു. പക്ഷേ ഹാർട്ട്ഫുൾനെസ്സിൽ ധ്യാനിക്കുമ്പോൾ നമ്മൾ ഒരുപാട് ആഴങ്ങളിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ആലോചിക്കുമ്പോൾ നമ്മുടെ ആ റാന്തലിൻ്റെ ചുറ്റുള്ള പൊടിപടലങ്ങളുടെ വലിയ പാടകൾ ലെയേഴ്സ് ആൻഡ് ലെയേഴ്സിനെ നീക്കം ചെയ്യാൻ ഈ ഒരു മെഡിറ്റേഷനിൽ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു ചെറിയ അറിവുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്, മറ്റു മെഡിറ്റേഷൻ പ്രോസസ്സുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ ഡീപ്പറായിട്ടൊരു വർക്ക് കൂടെ നടക്കുന്നുണ്ട്. നമ്മുടെ ഈ സംസ്കാരത്തിൻ്റെ സങ്കീർണതകളുടെ വലയത്തെ നീക്കം ചെയ്യാനായിട്ടുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി ആ സമയത്ത് നമ്മിലേക്ക് വരുന്നുണ്ട്, ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്, ട്രാൻസ്മിഷൻ നടക്കുന്നുണ്ട്. ഈ ട്രാൻസ്മിഷൻ നമ്മളിലേക്ക് വരുന്നത് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. നമ്മുടെ പെട്ടെന്ന് തന്നെ നമ്മുടെ മനോനില ആ ഒരു അവസ്ഥാവിശേഷം ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് വളരെ ആഴത്തിലേക്ക് നമ്മൾ ഞൊടിയിട കൊണ്ട് നമ്മളെ അങ്ങ് കൊണ്ടുപോവുകയാണ്. പിന്നെ അങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ ഭാഗം, അപ്പോൾ അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നത്. ഹാർട്ട്ഫുൾനെസ് ധ്യാനത്തിൽ ആ ഒരു ഗൈഡ് എവിടെയോ ഇരിക്കുന്നു. ഗൈഡ് നമുക്ക് എവിടെ ഇരുന്നു കൊണ്ടും ഗൈഡിനെ കണക്ട് ചെയ്യാം. കണക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ആ ഒരു ഫീൽഡ് ഓഫ് എനർജി നമ്മളിലേക്ക് വരികയും നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ ഒരു വലിയ പുകപടലങ്ങളെ എടുത്തു മാറ്റുകയും നമ്മളുടെ ഒരു സഹകരണത്തിൻ്റെ അവസ്ഥയ്ക്കനുസരിച്ച് നമ്മൾ എന്തുമാത്രം അതിനകത്ത് വേണം എന്നുള്ള ഒരു മനോഭാവത്തോടെ നമ്മളിരിക്കുന്നു, അത്രമാത്രം ആഴത്തിൽ അദ്ദേഹത്തിന് നമ്മളെ കൊണ്ടുപോകാൻ പറ്റും. ഒരു സറണ്ടർ വരുമ്പോൾ അങ്ങനെ കൊണ്ടുപോകുന്നു. ഇനി ഇതിൻ്റെ ആ മൗനത്തിൻ്റെ അല്ലെങ്കിൽ സാധനയുടെ അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്കുള്ള യാത്ര, അത് എൻ്റെ അറിവ് വെച്ചിട്ട് അത് ഇൻഫിനിറ്റിയാണ്, അനന്തമാണ്. ഞങ്ങളിങ്ങനെ ഞങ്ങളുടെ മാസ്റ്റേഴ്സ് പറയാറുണ്ട്, നമ്മൾ നോക്കുമ്പം ഭഗവാൻ ശിവൻ ധ്യാനത്തിലിരിക്കുന്നു, ശ്രീകൃഷ്ണ ഭഗവാൻ ധ്യാനത്തിലിരിക്കുന്ന പടങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്, ബുദ്ധനും ധ്യാനത്തിലിരിക്കുന്നു. അവരാരെയാണ് ധ്യാനിക്കുന്നത് എന്നിങ്ങനെ മാസ്റ്റർ ഞങ്ങളോട് ചോദിക്കുന്നു. ഇതിന് ഈ ഒരു പരിണാമത്തിന് അനന്തമായ യാത്രയായിട്ടാണ് ഞങ്ങളതിനെ കാണുന്നത്. അതിനൊരു ഫുൾ സ്റ്റോപ്പില്ല. ഫുൾ സ്റ്റോപ്പ് ആകുമ്പം അവിടെ എന്തൊരു കോൺട്രഡിക്ഷൻ വന്നു എന്നുള്ളതാണ്. ഈ ഒരു പരിണാമം അനന്തമാണ്. ഹ്യൂമൻ ബർത്തിലൂടെ അത് അനന്തമായി പോയിക്കൊണ്ടേയിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഹൃദയത്തിന് അഹങ്കരിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടായിരിക്കും? ഹൃദയം അനന്തമായ സ്നേഹമാണ്. ആ അനന്തമായ സ്നേഹം എല്ലാറ്റിനെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു അവസ്ഥാവിശേഷമാണ്. അപ്പോൾ അഹങ്കാരം എന്ന് പറയുന്നത് വ്യക്തി, ഞാനാണ്. സ്നേഹം പ്രപഞ്ചമാണ്, എല്ലാമാണ്. ഹൃദയം എല്ലാമാണ്. ഒരു സാധകന് വേണ്ടത് വിറ്റ്നസ്സിങ് എന്ന് പറയുന്ന ഒരു അവസ്ഥയെ ഡെവലപ്പ് ചെയ്യണമെന്ന് പറയും ഒരു സാധകൻ. ആ സാക്ഷീകരണം അല്ലെങ്കിൽ ആ വിറ്റ്നസ്സിങ്ങിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാം. രണ്ട് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എൻ്റെ ഓർമ്മയിൽ വരുന്നത്. ഒന്ന്,
നമ്മളുടെ ഈ ഹൃദയത്തിൻ്റെ ഒരു അവസ്ഥകൾ, ഒരു സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ടുള്ള അവസ്ഥകളെല്ലാം അത് വളരെ ആനന്ദകരമാണ് ശരിക്കും പറഞ്ഞാൽ. ഈ ആനന്ദം അത് അനുഭവിക്കണമെങ്കിൽ നമ്മളതിന് ഒരു തയ്യാറെടുപ്പ് നമ്മുടെ ഭാഗത്ത് വേണം. ഇപ്പം നമ്മൾ ഒരുപാട് സ്വാർത്ഥതയും വിദ്വേഷവും ഒക്കെയുള്ളൊരു മനസ്സുകൊണ്ട് ഇരുന്നു കൊണ്ട് നമ്മൾ ഈ പറയുന്നൊരു കാര്യം നമുക്ക് നേടണം എന്ന് പറയുമ്പോൾ അത് രണ്ട് ധ്രുവങ്ങളിലാണ് ശരിക്കും. അപ്പം നമ്മുടെ ഉള്ളിൽ ഈ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മളിതിനു വേണ്ടി നമ്മൾ ആഗ്രഹിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇതിനു വേണ്ടി ഇതൊരു അനുഭവവേദ്യമാവണമെന്ന് നമ്മുടെ ഉള്ളിൽ ഒരു അതിയായ തീവ്രമായ ആഗ്രഹം വരുമ്പോൾ നമ്മുടെ ഇന്നർ കണ്ടീഷൻസും അതിന് വേണ്ടിയിട്ട് ട്യൂൺഡായിട്ട് നമ്മൾ കൊണ്ടുപോകണം. വളരെ സംതൃപ്തിയോടെ ഒരു ജോയ്ഫുള്ളായിട്ടുള്ള ഒരു കണ്ടീഷനിൽ നമ്മൾ ഒരു ഇൻവൈറ്റിംഗ് കണ്ടീഷനിൽ ഇരുന്നാലാണ് നമുക്ക് ആ ഒഴുക്ക് നമ്മളിലേക്ക് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു വിറ്റ്നസ്സിങ് മോഡ് എന്ന് പറയുന്നത് തന്നെയാണ് നമ്മൾക്ക് ആ ഒരു അവസ്ഥാവിശേഷം പറയുന്നത്. വിറ്റ്നസ് സ്റ്റേജിൽ ആവണമെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ആ ഒരു വിറ്റ്നസ് ആയിരിക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. ആ വിറ്റ്നസ് സ്റ്റേജിലേക്ക് നമ്മൾ എത്തുക എന്ന് പറയുന്നത് തന്നെ ആ സാധാരണ ആളുകൾക്ക് ചിന്തിക്കുന്നതിനൊക്കെ വളരെ അപ്പുറത്തുള്ള ഒരു കാര്യമാണ് ബി എ വിറ്റ്നസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു വിറ്റ്നസ് കണ്ടീഷനിലേക്ക് നമ്മളെ വളരെ എളുപ്പത്തിൽ എത്തിക്കണമെങ്കിൽ നമ്മളുടെ ഈ പറയുന്ന സങ്കീർണതകളെ പറ്റിയിട്ടുള്ള നല്ലൊരു ബോധം നമുക്കുണ്ടാവണം. എന്താണ് എൻ്റെ ചുറ്റും നടക്കുന്നത്, ഞാൻ എവിടെ നിൽക്കുന്നു, എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ ഇരിക്കുന്നത്, എന്താണ് എന്നിലുള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ ചെറിയൊരു ബോധം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഇതിൽ നിന്ന് വിട്ടു നിന്നുകൊണ്ട് ഒരു വിറ്റ്നസ് കണ്ടീഷനിലേക്ക് നമ്മൾക്ക് പോകാൻ കഴിയും. വിറ്റ്നസ് കണ്ടീഷൻ വളരെ 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 ഉന്നതമായ ഒരു അവസ്ഥ തന്നെയാണത്. ആ കണ്ടീഷനിൽ ഇരിക്കുമ്പോഴാണ് നമുക്ക് അത്യുന്നതമായ ആ ഒരു അവസ്ഥ നമ്മിലേക്ക് വന്നു ചേരാൻ നമ്മളൊരു വാതിൽ തുറന്നു കൊടുക്കുന്ന പോലെയാണ് ഈ വിറ്റ്നസ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇവിടെ ഒരു റിസീവിങ് ആയിട്ടുള്ള ഒരാൾ ഞാനുണ്ട്. എവിടെ നിന്നോ വരുന്ന ഒരു എനർജി ഫ്ലോയുണ്ട്. ആ എനർജി അവിടെ തരണമെങ്കിൽ അത് നിർബാധം ഇല്ല, നമുക്ക് എന്താ പറയും, കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നതിൽ അത് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുന്ന അയാളുടെ കയ്യിൽ അത് ഉണ്ടാവണം. കണ്ടിന്യൂസ് ആയിട്ട് അത് എടുക്കാൻ അയാളുടെ കയ്യിൽ ഉണ്ടാവണം. അപ്പോൾ അങ്ങനെയുള്ളൊരു ഉയർന്ന ഈ ഒരു ഡിവൈൻ എനർജി, നേച്ചറിൻ്റെ ആ എനർജി ഫോഴ്സിനെ നമുക്ക്, ഡിവൈൻ എനർജിയെ നമ്മുടെ ഉള്ളിലേക്ക് തന്നുകൊണ്ടിരിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയെ നമ്മൾക്ക് കണ്ടുമുട്ടാൻ കഴിഞ്ഞാൽ, അദ്ദേഹമായിട്ട് നമുക്ക് ഒരു സത്സംഗിലേക്ക് നമുക്ക് പോകാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ പുറകിലിരിക്കുന്ന ഈ ഭാരം എല്ലാം വളരെ പെട്ടെന്ന് നമ്മിൽ നിന്ന് എടുത്തു പോവുകയും ഈ ഒരു വിറ്റ്നസ് കണ്ടീഷനിലേക്ക് നമ്മൾ വരികയും സാക്ഷിഭാവത്തിലേക്ക് നമുക്ക് വരാൻ കഴിയുകയും നമ്മുടെ ഉള്ളിലെ ആ മനസ്സ്, ബുദ്ധി, അഹങ്കാരം എന്ന് പറയുന്ന അവസ്ഥാവിശേഷങ്ങളെല്ലാം മാറി മാറി അതിൽ ലാഘവത്വം വന്ന് അതിൻ്റെ ഗുണങ്ങളെല്ലാം ഒരു വളരെ ഉന്നതമായ അവസ്ഥയിലേക്ക് നമുക്ക്, ചെറിയ ഉദാഹരണത്തിന് നമ്മുടെ അഹങ്കാരം എന്ന് പറയുന്നത് നമ്മുടെ ലാളിത്യത്തിലേക്ക് നമ്മെ കൊണ്ടുപോകും. നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഇന്നത്തെ എന്നിലെ അവസ്ഥയിൽ നിന്ന് നല്ലതാവാനാണ് ഞാൻ എന്ത് ചെയ്യണം എന്നതിലേക്ക് മാത്രം എൻ്റെ അഹങ്കാരം കുറഞ്ഞു വരും. അതുപോലെ നമ്മുടെ മനസ്സ് ആ ഒരു ചിന്തിക്കുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് നമ്മൾക്ക് കുറേയും കൂടി ഉയർന്ന അവസ്ഥയിലേക്ക് പോകുമ്പോൾ ഒരുപക്ഷെ നമുക്ക് ആ ഒരു ഇൻറ്റ്യൂറ്റീവ് കണ്ടീഷനിലേക്ക് നമ്മളങ്ങനെ പോകുന്നു. ഇതെല്ലാം ഒരു കാറ്റലിസ്റ്റായിട്ട് നമ്മളെ അതിലേക്ക് കൊണ്ടുവരാനായിട്ട് തീർച്ചയായിട്ടും വളരെ ഉയർന്നു നിൽക്കുന്ന ഒരു ഗൈഡ് ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ അവസ്ഥാവിശേഷങ്ങൾ മനസ്സിലാക്കുകയും അദ്ദേഹം തന്നെ ആ നമ്മളുടെ ഹൃദയം എത്രമാത്രം നമ്മൾ തുറക്കുന്നുവോ, നമ്മൾ എത്രമാത്രം റിസപ്റ്റീവായിട്ടിരിക്കുന്നു, അങ്ങനെ റിസപ്റ്റീവായിട്ട് ഹൃദയത്തിൻ്റെ നേരെ കണ്ണടയ്ക്കാൻ ഉയരങ്ങളിലിരിക്കുന്നവർക്ക് ആർക്കും കഴിയില്ല. അവർ തീർച്ചയായിട്ടും ഇങ്ങനെ കാത്തിരിക്കുന്ന എന്താ പറയുക, നമ്മൾ സാഹിത്യത്തിൽ പറയില്ലേ, നമ്മളെ
ഈ വളരെ പാറയിടുക്കിൻ്റെ ഉള്ളിലിരിക്കുന്ന പൂവിനെ തേടി എവിടെ എത്ര ഒളിച്ചിരുന്നാലും വണ്ട് തേനന്വേഷിച്ച് വരുന്നു എന്ന് പറയുന്ന പോലെ നമ്മളുടെ ഈ ഒരു അറിവ് നമ്മൾ വളരും തോറും നമ്മളെ അന്വേഷിച്ചുകൊണ്ട് ആ ഉന്നത അവസ്ഥയിലുള്ള ആളുകളുമായിട്ട് നമ്മൾ കണക്റ്റഡ് ആവും. ഈ പ്രപഞ്ചധാര നമ്മിലേക്ക് വന്ന് നമ്മുടെ ഈ യാത്രയിൽ, ഈ അനന്തമായ യാത്രയിൽ നമ്മളെ കൈപ്പിടിച്ച് കൊണ്ടുപോകാൻ അവരെല്ലാം തയ്യാറായിട്ടിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങേ ഇൻഫ്ലുവൻസ് ചെയ്ത ഏതെങ്കിലും ഒരു ധ്യാന കഥ, അത് അങ്ങയുടെ യാത്രയിൽ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഏതെങ്കിലും ഒന്ന് പറയാമോ? ഒരു ഹാർട്ട്ഫുൾനെസ്സിൻ്റെ ഒരു ഞങ്ങളുടെ ചില പബ്ലിഷിംഗ് ബുക്കുകളുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ ലിവിങ് ഗൈഡിൻ്റെ കുറേ ബുക്കുകൾ റിലീസ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് ബുക്കാണ് സ്പിരിച്വൽ അനാറ്റമി എന്ന് പറയുന്ന ബുക്ക്. അപ്പോൾ ഇതുപോലുള്ള ഒരു കഥ നമ്മളെല്ലാവരും കേട്ട് കാണും. ഒരു വിമാനത്തിലെ ഒരു യാത്രയാണ്. വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ വളരെ ഈ അന്തരീക്ഷത്തിലെ മർദ്ദത്തിൻ്റെ വ്യത്യാസം കൊണ്ടൊക്കെ വിമാനത്തിൽ വളരെ ആടിയുലയുന്ന അവസ്ഥകളൊക്കെ വരാറുണ്ട്. അപ്പോൾ വിമാനത്തിൽ യാത്ര ചെയ്യുന്ന ഒരു സമയത്ത് ഈ വിമാനം വളരെ ആടിയുലയുന്നൊരവസ്ഥയിലൂടെ കടന്നു പോയപ്പോൾ അതിലുണ്ടായിരുന്ന യാത്രക്കാരെല്ലാം തന്നെ വളരെ പെട്ടെന്ന് ആശങ്കകുലരായി. അവർ ഈശ്വരനെ വിളിക്കാൻ തുടങ്ങി, പേടിച്ച് കരയാൻ തുടങ്ങുന്നു. ഒരു സീറ്റിൽ 2 പേരിരിക്കുന്ന ഒരു സൈഡിലെ സീറ്റിൽ ഒരിടത്തൊരു കൊച്ചു കുഞ്ഞിരിപ്പുണ്ട്. തൊട്ടടുത്തൊരു ഫാദറാണ് ഇരിക്കുന്നത്. അപ്പോൾ ഫാദറും ഈശ്വരനെ വിളിക്കാൻ തുടങ്ങി. ജീസസ് ക്രൈസ്റ്റിനെ വിളിച്ച് അങ്ങനെ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും നോക്കുമ്പോൾ ഈ കൊച്ചു കുഞ്ഞ് മാത്രം വളരെ ഹാപ്പി ആയിട്ട് ഒരു ലൈപ്പോഡിൽ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കാണുന്നുണ്ട്. കുഞ്ഞത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ഭാവവ്യത്യാസവും ആ കുഞ്ഞിനില്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്കും വിമാനം സാധാരണ നിലയിലേക്ക് എത്തുന്നു. എല്ലാവരും വളരെ ആശ്വാസത്തോടെ നെടുവേർപ്പെട്ടു. അപ്പോൾ ഈ അച്ഛന് വളരെ ഒരു പ്രത്യേക ഒരു ആകാംക്ഷ, എന്തുകൊണ്ട് ഈ കുട്ടിക്ക് ഇത്രയും നമ്മളെല്ലാവരും കടന്നു പോയ ഇത്രയും വളരെ ദുർഘടമായ ഒരു മാനസികാവസ്ഥ കുഞ്ഞിന് എന്തുകൊണ്ട് വന്നില്ല എന്ന്. അപ്പം അച്ഛൻ മോനോട് ചോദിക്കാൻ, കുഞ്ഞിനോട് ചോദിച്ചു, കുഞ്ഞ് നീ കണ്ടതില്ലേ ഇവിടെ എന്താ നടന്നതെന്നുള്ളത്? വിമാനം ഇത്രയും വളരെ വലിയ രീതിയിൽ ആടി ഉലയുകയും നമ്മളെല്ലാം അപകടത്തിൽപ്പെട്ടു പോകും അല്ലെങ്കിൽ രക്ഷപ്പെടുമോ എന്നുള്ളൊരു ആശങ്കയിൽ വരെ ഞങ്ങളെത്തി. ഈശ്വരനെ എല്ലാവരും വിളിച്ച് കരഞ്ഞതെല്ലാം നീ കണ്ടതല്ലേ? നിനക്ക് എങ്ങനെ ആ സമയത്ത് ഇത് കളിച്ചുകൊണ്ടിരിക്കാൻ തോന്നി? അപ്പോൾ ആ കുഞ്ഞ് വളരെ നിഷ്കളങ്കമായിട്ട് അച്ഛനോട് പറഞ്ഞു, ഞാൻ എന്തിനാണ് പേടിക്കേണ്ടത്? ഈ വിമാനം ഓടിക്കുന്നത് എൻ്റെ അച്ഛനാണ്, ഈ പൈലറ്റ് എൻ്റെ അച്ഛനാണ്. അപ്പോൾ എന്നെ നോക്കാൻ എൻ്റെ അച്ഛൻ അറിയാം, പിന്നെ എന്തിനാണ് ഞാൻ ആകുലപ്പെടേണ്ടതെന്ന് കുഞ്ഞ് ചോദിച്ചു. എനിക്കതിൻ്റെ ഒരു ആവശ്യമില്ല, എന്നെ നോക്കാൻ അച്ഛനറിയാം. അപ്പം നമ്മുടെ എല്ലാവരുടെയും അവസ്ഥകൾ അങ്ങനെയാണ്. നമ്മളെ കൈപിടിച്ച് കൊണ്ടുപോകുന്ന ഒരു ഉയർന്ന നിലയിലുള്ള ആ ഒരു ഈശ്വര പ്രതിഭാസം ഉണ്ട് എന്നുള്ളൊരു ബോധം നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ഹൃദയം അത് അനുഭവിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ അനുഭവിക്കണം. അത് ആ ഹൃദയം അനുഭവിപ്പിക്കുമ്പോൾ നമ്മളിലൂടെ കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങൾ മാറുന്നില്ല, അതിൻ്റെ തീക്ഷ്ണത മാറുന്നില്ല, പക്ഷെ നമ്മളുടെ ലെവൽ മാറുന്നു. നമുക്കതിനെ കൈകാര്യം ചെയ്യും. കാരണം എന്താണ്? എന്നെ കൈപ്പിടിച്ച് നടക്കുന്ന ആ കുഞ്ഞ് പറഞ്ഞ പോലെ എൻ്റെ അച്ഛൻ എൻ്റെ കൂടെയുണ്ട് എന്നുള്ള വളരെ ബോധ്യം നമ്മൾ അനുഭവത്തിൽ വരുന്നു. അതാണ് വ്യത്യാസം. നമുക്കവിടെ കൺഫ്യൂഷനില്ല, വരുന്നില്ല, എന്തിനേയും നമുക്ക് കൈകാര്യം ചെയ്യാം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നമുക്ക് പോകുന്നു. നമ്മളെല്ലാവരും മനുഷ്യരാണ്. സംഘർഷാവസ്ഥകളിൽ നമുക്ക് ഏറ്റക്കുറച്ചിലുകളുണ്ടാകും. പക്ഷേ കുറേശ്ശെ നമുക്ക് ഈ ഒരു ബോധ്യം നമ്മളിങ്ങനെ വളർന്നു വരുന്നത് നമുക്ക് കാണാൻ കഴിയും. സഹജമാർഗ് എന്ന് പറയുന്ന ഈ സംഘടന ഹേർട്ട്ഫുൾനെസ് എന്ന രീതിയിലേക്ക് ആ പേര് നാമം മാറി. അപ്പം ആ ഒരു പേര് മാറ്റാൻ അതിൽ എന്തെങ്കിലും ഒരു വ്യത്യാസമുണ്ടോ? ശരിക്കും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സഹജമാർഗം എന്ന് പറയുന്നത് സഹജ മാർഗം, നാച്ചുറൽ പാത്ത്, വളരെ നാച്ചുറലായിട്ടുള്ള വഴിയിലൂടെയുള്ള യാത്ര, അതാണ് അത് ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞ നൂറ്റാണ്ടിൽ അത് സഹജമാർഗം എന്നുള്ള രീതിയിൽ ശ്രീരാമചന്ദ്ര മിഷൻ രജിസ്റ്റർ ചെയ്തിട്ട് സഹജമാർഗം എന്നുള്ള പ്രാക്ടീസ് ധ്യാന പദ്ധതിയിലൂടെ അത് പോയിക്കൊണ്ടിരുന്നു. പിന്നീട് ഓരോ കാലഘട്ടത്തിൽ വരുന്ന മാസ്റ്റേഴ്സ്, ഇതിൻ്റെ ഗ്ലോബൽ ഗൈഡുകൾ, അവർക്ക് ഇത് ലോകത്ത്
ഇതിൻ്റെ ഇന്നത്തെ മാനുഷിക സമൂഹത്തിലേക്ക് ഇത് വളരെയധികം അത്യന്താപേക്ഷിതമാണ് എന്നുള്ള ഒരു മനസ്സിലാക്കലിലൂടെ ഒരുപാട് പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും ഇതിനു വേണ്ടി ആളുകളെല്ലാം അന്വേഷിച്ച് വരികയും ഈ പദ്ധതിയിലൂടെ അവർക്ക് കടന്നു പോകുന്നുണ്ടാകുന്ന അനുഭവങ്ങളെല്ലാം വന്ന് അങ്ങനെ ഒത്തിരി ഒരുപാട് ഇപ്പം ഒരു 5 മില്യൺ ആളുകൾ ഇത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പം ഒരു സ്റ്റേജിൽ ഇതിനെ എല്ലാവർക്കും സ്വീകാര്യമായിട്ടുള്ള ഒരു രീതിയിൽ മറ്റുള്ളവർക്കും കൂടെ പെട്ടെന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കുന്ന രീതിയിലേക്ക് ഹാർട്ട്ഫുൾനെസ് എന്നുള്ള ഒരു പേരും കൂടെ, രണ്ടും ഒന്ന് തന്നെയാണ്. ഹാർട്ട്ഫുൾനെസ് എന്താണ്? ഹൃദയത്തിലൂടെ ജീവിക്കുന്നു, സഹജമാർഗം നാച്ചുറൽ പാത്തിലൂടെ നമ്മൾ ജീവിക്കുന്നു. ഇവിടെ രണ്ട് എല്ലാം പ്രാക്ടീസ് ചെയ്യുന്നതും ഇപ്പോഴും അതുതന്നെയാണ്. ഈ മിഷൻ്റെ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ 1945 മിഷൻ ഒഫീഷ്യലായിട്ട് രജിസ്റ്റർ ചെയ്യുന്നത്. അന്നും അതിനു മുമ്പും ഈ ധ്യാന പദ്ധതി, പരിശീലന പദ്ധതി അതിനു മുമ്പും ഇതിൻ്റെ ഒരു മാസ്റ്ററിലൂടെയാണത് നടന്നുകൊണ്ടിരുന്നത്. പിന്നീട് ഈ 1945 ശ്രീരാമചന്ദ്ര എന്ന് പറയുന്ന ബാബുജി എന്ന് പറയുന്ന മാസ്റ്ററിലൂടെ അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. ഓരോ സമയത്തും ഈ ഒരു സിസ്റ്റത്തിൻ്റെ പ്രത്യേകത തന്നെ ഒരു ലിവിങ് ഗൈഡ് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ആ ലിവിങ് ഗൈഡിന് അവരുടെ ഹൈറാർക്കി ഓഫ് മാസ്റ്റേഴ്സൊക്കെ ആയിട്ടുള്ള ആ ഒരു ഇതിലൂടെ കിട്ടുന്ന അവരിലേക്ക് വരുന്ന ഗൈഡൻസ് അനുസരിച്ച് സമയാസമയങ്ങളിൽ വേണ്ടുന്ന ആ രീതിയിൽ ഇതിനെ, പക്ഷേ ഞങ്ങളുടെ ഈ സിസ്റ്റത്തിൽ കൊടുക്കുന്ന പ്രാക്ടീസ് അന്നും ഇന്നും എപ്പോഴും ഒന്ന് തന്നെയാണ്. അതിലൊരു മാറ്റവും വരുന്നില്ല. മാത്രമല്ല ഇതൊരു ഗൈഡിൻ്റെ സഹായത്താൽ ആ ഗൈഡ് നമ്മൾ കാണുന്ന ഒരു കാഴ്ചപ്പാടുള്ള രീതിയിലല്ല ഇത്. ഗൈഡിൻ്റെ നമ്മൾക്ക് പോയി കാണുക, കാല് തൊടുക, അദ്ദേഹത്തിൻ്റെ സാമീപ്യത്തിൽ അങ്ങനെയൊന്നും ആവശ്യമില്ല. നേരത്തെ വണ്ടിൻ്റെ കാര്യം പറഞ്ഞ പോലെ നമ്മൾ തയ്യാറാവുമ്പോൾ അദ്ദേഹത്തിൽ നിന്ന് അത് വന്നുകൊണ്ടേയിരിക്കും, ഫ്ലോ വരികയാണ്, കണക്റ്റഡ് ആവുന്നു, ട്രാൻസ്മിഷൻ നടക്കുന്നു എന്നുള്ള രീതിയിലാണ്. ആ രീതിയിലാണ് ഈ ഒരു ധ്യാന പദ്ധതി, ഈ ഹാർട്ട്ഫുൾനെസ് പ്രാക്ടീസ് ഇത്രയും പെട്ടെന്ന് നമുക്ക് അനുഭവവേദ്യമാകുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ ഒരു ആദ്യത്തെ മെഡിറ്റേഷനിൽ തന്നെ നമ്മുടെ ആ ഒരു വ്യത്യാസം നമുക്ക് അനുഭവപ്പെടുന്നതിൻ്റെ കാരണം അതാണ്. ഇവിടെ ആ ഒരു ട്രാൻസ്മിഷൻ, പ്രാണാഹുതി എന്ന് പറയുന്ന ആ ഒരു പ്രത്യേക ഒരു സവിശേഷമായിട്ടുള്ള ഒരു പ്രോസസ്സ് അവിടെ നടക്കുന്നു. അതിലൂടെ നമ്മുടെ ഉള്ളിൽ ഒരുപാട് ട്രാൻസ്ഫോർമേഷൻ, നേരത്തെ പറഞ്ഞ ആ ട്രാൻസ്ഫോർമേഷൻ അത് വളരെ കാറ്റലിസ്റ്റിക്കായിട്ട് ആ വർക്ക് അവിടെ നടക്കുന്നു. അത് നമുക്ക് ഓരോ സാധകനും അത് അനുഭവിക്കാൻ കഴിയുന്നു. ആ അനുഭവത്തിലൂടെ വീണ്ടും അദ്ദേഹത്തിന് അതിലൂടെ ആകർഷണമാകുന്നു. കാര്യം എനിക്കൊരു അനുഭവം ഉണ്ടാകുമ്പോൾ അത് എവിടെ നിന്ന് വരുന്നു, എങ്ങനെ വരുന്നു എന്ന് സ്വാഭാവികമായിട്ട് ഞാൻ അന്വേഷിക്കാൻ തുടങ്ങും. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയാണ് ആ കണക്ഷൻ ഒരു സ്നേഹത്തിൻ്റെ ബന്ധത്തിലേക്ക് അത് മാറി വരുന്നത്. ആദ്യം നമ്മൾ അറിയുന്നില്ല അദ്ദേഹത്തിൻ്റെ റോൾ എന്താണ്, അദ്ദേഹം എന്താണ് ചെയ്യുന്നതെന്ന് അല്ലെങ്കിൽ ഒരു ഗുരു എന്താണ് ചെയ്യുന്നതെന്ന് നമുക്കറിയാനോ ഉൾക്കൊള്ളാനോ പറ്റുന്നില്ല. നമ്മുടെ ഉള്ളിലെ ആ മാറ്റം, അവസ്ഥാവിശേഷം ചെറുതായി ഇങ്ങനെ പോകുമ്പോൾ ആ ആന്തരികാവസ്ഥയിലുണ്ടാകുന്ന മാറ്റം, ആ ആനന്ദത്തിൻ്റെ അവസ്ഥയിൽ നമ്മുടെ കാഴ്ചപ്പാടുകൾ, നമ്മളുടെ ജീവിത സാഹചര്യങ്ങളെ നമ്മൾ കൈകാര്യം ചെയ്യുന്നതിലുണ്ടാകുന്ന മെച്യൂരിറ്റി, ഇതെല്ലാം അറിയുമ്പോൾ എങ്ങനെയാണ് എന്നിൽ ഇത്രമാത്രം മാറ്റങ്ങൾ ഉണ്ടാകുന്നത്, അതെങ്ങനെ ഉണ്ടായി, അതെവിടെ നിന്ന് വന്നു എന്നതിനെ പറ്റിയൊക്കെ നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ അന്വേഷിക്കാൻ തുടങ്ങും. അപ്പോഴാണ് ഇവിടെ ഈ ഒരു എൻറ്റിറ്റിയുടെ റോൾ എന്താണ്, അവിടെ എന്താണ് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ അറിയാൻ കഴിയുന്നത്. അപ്പോൾ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾക്കൊരു സ്നേഹം, ആ ഒരു ഫെയ്ത്ത് നമ്മൾ എങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ വരുന്നത്, അപ്പോൾ നാച്ചുറലായിട്ട് വരുന്നൊരു സംഗതിയാണ്. അങ്ങനെയാണത് നടക്കുന്നത്. ഈ സിസ്റ്റം പറയപ്പെടുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ കാലത്ത് നിലനിന്നിരുന്ന ഒരു സാധനാ പദ്ധതിയായിട്ടാണ് അറിയപ്പെടുന്നത്. അതായത് ഈ പ്രാണാഹുതി എന്ന് പറയുന്ന ട്രാൻസ്മിഷൻ എന്ന് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു പ്രത്യേക സവിശേഷമായിട്ടുള്ള ഒരു ധ്യാന പദ്ധതിയായിരുന്നു. പിന്നീട് അത് മൺമറഞ്ഞു പോയി. നമുക്ക് ഇന്നത്തെ
ഈ കാലഘട്ടത്തിൽ മനുഷ്യ സമൂഹത്തിന് അത് അവൈലബിൾ അല്ലാതിരിക്കുന്നൊരു സമയത്ത് ലാലാജി എന്ന് പറയുന്ന ഒരു മാസ്റ്ററുണ്ട്, ഉത്തർപ്രദേശിലെ ഫത്തേപൂരിലുണ്ടായിരുന്ന. അദ്ദേഹത്തിൻ്റെ പേര് രാമചന്ദ്ര എന്നാണ്. അദ്ദേഹമാണ് ഈ ഒരു പദ്ധതി റീഇൻവെൻറ്റ് ചെയ്ത് വീണ്ടും ഈ നൂറ്റാണ്ടിലെ അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിലെ മനുഷ്യ സമൂഹത്തിന് അത് വലിയ മാറ്റങ്ങൾക്ക് സാധ്യതകളുണ്ടെന്നും അതിലൂടെ കടന്നു പോകാം ചെയ്യണമെന്നും നമുക്ക് ഇന്ന് വളരെ ഏറ്റവും നമുക്ക് ഇത്രയും ഉത്കൃഷ്ടമായ ഏറ്റവും ഉന്നതമായ ഒരു പദ്ധതി വീണ്ടും അദ്ദേഹം ഇവിടെ കൊണ്ടുവന്നു. അദ്ദേഹം അത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ശിഷ്യനായ രണ്ടാമത്തെ ഈ ഗ്ലോബൽ ഗൈഡായ അദ്ദേഹത്തിൻ്റെ പേരും ശ്രീ രാമചന്ദ്ര തന്നെയാണ്. അദ്ദേഹം ഉത്തർപ്രദേശിലെ ഷാജഹാൻപൂരിലായിരുന്നു അദ്ദേഹത്തിലേക്ക് അത് മാറ്റപ്പെടുന്നു. അദ്ദേഹത്തിന് ആ കഴിവുകളെല്ലാം ഏൽപ്പിച്ചിട്ടാണ് ആ മാസ്റ്റർ പോകുന്നത്. ഈ ബാബുജി എന്ന് ഞങ്ങൾ സ്നേഹപൂർവ്വം വിളിക്കുന്ന ഈ ഷാജഹാൻപൂരിലെ മാസ്റ്ററിലൂടെയാണ് ഈ മിഷൻ കെട്ടിപ്പടുക്കുന്നതും ഔദ്യോഗികമായിട്ട് ഒരു ഓർഗനൈസേഷനായിട്ട് നീതി ആയോഗ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതെല്ലാം വരുന്നത്. അതിനുശേഷം അദ്ദേഹത്തിന് വീണ്ടും അടുത്ത തലമുറയിലെ ഗുരു എന്ന് പറയുന്നത്, ഗൈഡ് എന്ന് പറയുന്നത് രാജഗോപാലാചാരി, പാർത്ഥസാരഥി രാജഗോപാലാചാരി എന്ന് പറയുന്ന ചാരിജി എന്ന് വിളിക്കുന്നൊരു മാസ്റ്റർ. അദ്ദേഹം ചെന്നൈയിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗത്തിന് ശേഷം ഈ മാസ്റ്റേഴ്സിനെല്ലാം അവർ ആദ്യമേ ആ സമയത്ത് തന്നെ അവർ കണ്ടുവെക്കുന്നുണ്ടാവാം, തിരഞ്ഞെടുക്കപ്പെടുണ്ടാവാം, നമുക്കൊന്നും അതിനെപ്പറ്റി അറിയില്ല. ഇപ്പോഴത്തെ മാസ്റ്റർ എന്ന് പറയുന്നത് കമലേഷ് ഡി പട്ടേൽ എന്ന് പറയുന്ന ദാജി എന്ന് വിളിക്കുന്ന ഒരു ഗൈഡാണ് ഇപ്പോൾ ഈ സിസ്റ്റം ശ്രീരാമചന്ദ്ര മിഷൻ ഹാർട്ട്ഫുൾ സഹജമാർഗത്തിൻ്റെ ഗ്ലോബൽ ഗൈഡായിട്ട് ഇപ്പോൾ നിലവിലുള്ളത്. അദ്ദേഹമാണ് ഇപ്പം ഈ ഞങ്ങളെല്ലാം ഗൈഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അവൻ ഹൃദയത്തിൽ തന്നെയാണ് ജീവിക്കുന്നത്. ആ ഹൃദയത്തിൻ്റെ ഭാഷയിൽ തന്നെ, അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ അത് കേട്ടുകൊണ്ടാണ് ജീവിക്കുന്നത്. എന്നാൽ എപ്പോഴോ അവൻ വളർന്നു വരുമ്പോൾ ആ ഹൃദയം അത് നഷ്ടപ്പെടുന്നു. അവൻ ഹൃദയത്തിൽ നിന്ന് മാറി വേറൊരു മേഖലയിൽ അല്ലെങ്കിൽ വേറൊരു ലോകത്തിലാണ് അവൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നത്. പിന്നീട് എപ്പോഴോ അവൻ മനസ്സിലാക്കും, വീണ്ടും എനിക്ക് ആ ഹൃദയത്തിലേക്ക് തിരിച്ചു വരേണ്ടതുണ്ട് എന്ന്. അങ്ങനെ മനസ്സിലാക്കി അവൻ വീണ്ടും തിരിച്ച് ഹൃദയത്തിലേക്ക് എത്തിപ്പെടാൻ ശ്രമിക്കുമ്പോൾ, ആ ലോകത്തിലേക്ക് വരാൻ ശ്രമിക്കുമ്പോൾ അവന് നേരിടേണ്ടി വരുന്ന തടസ്സങ്ങൾ എന്തൊക്കെയായിരിക്കാം, അല്ലെങ്കിൽ എന്നിട്ട് അവൻ എങ്ങനെ അതിനെ മറികടന്ന് വീണ്ടും ആ ഹൃദയത്തിൽ ജീവിക്കാൻ സാധിക്കും അവന്? ഇത് ഹാർട്ട്ഫുൾനെസ്സിൻ്റെ വളരെ ആത്യന്തികമായിട്ടുള്ള ഒരു എത്തിനോട്ടമാണ് ശരിക്കും. കുഞ്ഞ് ജനിക്കുമ്പോൾ നമ്മളെല്ലാവരും കാണുന്നതാണ് ഒരു കൊച്ചു കുഞ്ഞുങ്ങളുടെ അവസ്ഥ. എപ്പോഴും സന്തോഷത്തിലിരിക്കുകയാണ് അവർ. നമ്മളും ഒരു കാലത്ത് അങ്ങനെ ആയിരുന്നു. ഇപ്പോൾ പക്ഷേ നമുക്ക് ആ സന്തോഷം എവിടെ പോയി, ആ ആനന്ദം എവിടെ പോയി, അത് ഒരു ചോദ്യം തന്നെ ഒരു ചെറിയൊരു തിരിച്ചറിവാണ് ശരിക്കും. അപ്പം നമുക്ക് ആ കുഞ്ഞിൻ്റെ ഒരവസ്ഥ, ആനന്ദം നമുക്ക് ഉണ്ടാവണമെങ്കിൽ, സത്യസന്ധമായിട്ടുള്ള ഒരു ആനന്ദം ഉണ്ടാവണമെങ്കിൽ നമ്മുടെ ഉള്ളിലിരിക്കുന്ന വളരെ സങ്കീർണമായിട്ടുള്ള അവസ്ഥാവിശേഷങ്ങൾ ഉണ്ടെങ്കിൽ ഈ ആനന്ദവും അതും രണ്ടും ഒരുമിച്ച് നിൽക്കില്ല. കാരണം ആ ആനന്ദം എന്ന് പറയുന്നത് ഈശ്വരൻ്റെ ഈശ്വരൻ്റെ ഗുണങ്ങളാണ്. സ്നേഹം, അനുകമ്പ, ദയ, സഹിഷ്ണുത എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരവസ്ഥാവിശേഷം തന്നെയാണ് ആ കൊച്ചു കുഞ്ഞിൽ നമ്മൾ കാണുന്ന അവസ്ഥ. നമ്മൾ ഓരോ വ്യക്തിയും ആ അവസ്ഥ നമ്മൾ ഉണ്ടാവണമെങ്കിൽ അതിൻ്റെ എതിരെയുള്ള അവസ്ഥ ഇല്ലാതിരിക്കണം. അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് ഉണ്ടാവില്ല. തീർച്ചയായിട്ടും നമ്മളെ ഈ അവസ്ഥ അത് നാച്ചുറലായിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നതാണ്. മറ്റതോ അതിൻ്റെ ഓപ്പോസിറ്റ് സ്വഭാവ ഗുണങ്ങളെല്ലാം നമ്മിൽ വന്നു ചേരുന്നതാണ്. നമ്മുടെ അറിവില്ലായ്മ കൊണ്ടോ നമ്മുടെ ശ്രദ്ധയില്ലായ്മ കൊണ്ടോ നമ്മിൽ വന്നു ചേർന്ന സ്വഭാവവിശേഷങ്ങളാണ് അത്. തീർച്ചയായിട്ടും ഇത് രണ്ടും ഒരുമിച്ച്
നിൽക്കുന്നില്ല. അപ്പോൾ ഇത് വീണ്ടും നമ്മൾ കളയാതെ, നമ്മിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യാതെ ആ കൊച്ചു കുഞ്ഞിൻ്റെ അവസ്ഥാവിശേഷം നമ്മിലേക്ക് വരുന്നില്ല. അപ്പോൾ ഈ ആത്മീയമായിട്ടുള്ള യാത്രയിൽ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ ഇതിൻ്റെ ഇടയിൽ എവിടെയോ ആണ് നമ്മൾ. അപ്പോൾ തീർച്ചയായിട്ടും സംഘർഷങ്ങളുണ്ട്. കാരണം നമ്മൾ ചെറുതായിട്ട് ഈ ആനന്ദത്തിൻ്റെ അവസ്ഥ നമ്മൾ അനുഭവിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ സങ്കീർണതകൾ നമ്മൾ അതിനെ വിട്ട് കളയണം എന്നുള്ളൊരു തോന്നലും അതിനു വേണ്ടിയിട്ടുള്ള തീവ്രമായ പരിശ്രമം ഉണ്ടാകുന്നു. ഒരു സംഘർഷഭരിതമായൊരു അവസ്ഥാവിശേഷത്തിലൂടെ ആയിരിക്കണം എല്ലാ സാധകരും പോയിക്കൊണ്ടിരിക്കുന്നത്. ആത്മാർത്ഥമായിട്ട് തുറന്ന് അവർ സമ്മതിക്കുകയാണെങ്കിൽ അങ്ങനെയായിരിക്കും. കാരണം ഇത് പ്രകൃതിയുടെ സ്വഭാവ ഗുണങ്ങളാണ്, ഇത് ഞാൻ ഉണ്ടാക്കി വെച്ച സ്വഭാവ ഗുണങ്ങളാണ്. രണ്ടും ഒരുമിച്ച് ചേർന്ന് പോവില്ല. അപ്പോൾ ഒന്ന് പോകുന്നു. ചെറിയൊരു ഉദാഹരണത്തിന് നമ്മൾ ഒരു ഗ്ലാസ്സിൽ ഉപ്പ് വെള്ളമുണ്ട്, പകുതി വെള്ളത്തിൽ ഉപ്പ് ചേർന്നിട്ടുണ്ടെങ്കിൽ ഈ ഉപ്പിൻ്റെ അംശം പോകണമെങ്കിൽ ഒരേ വഴിയുള്ളൂ, ശുദ്ധജലം അതിലേക്ക് വന്നുകൊണ്ടേയിരിക്കണം. അപ്പോൾ ഉപ്പിൻ്റെ കാഠിന്യം കുറഞ്ഞുകൊണ്ടേയിരിക്കും എന്നുള്ള ആ രീതിയിലാണ് നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശുദ്ധജലത്തിൻ്റെ ആ അളവ് എത്രമാത്രം നമുക്ക് കൂട്ടാൻ കഴിയുന്നുവോ അത്രമാത്രം ഉപ്പിൻ്റെ കാഠിന്യവും കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ ഹാർട്ട്ഫുൾനെസ്സിൽ ഞങ്ങൾക്ക് ഈ ശുദ്ധജലം തരുന്നത് അളവറ്റ രീതിയിൽ തന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സിസ്റ്റത്തിൻ്റെ പ്രത്യേകത അതാണ്. അതിങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ ആ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് ഹൃദയം തുറന്ന് വെച്ച് കൊടുത്തിരുന്നു, നമുക്കത് കിട്ടുന്നു, റിസീവ് ചെയ്യുന്നു. അപ്പോൾ നമ്മളിലുള്ള ഉപ്പിൻ്റെ അംശം കാഠിന്യം കുറയ്ക്കാൻ വളരെ എളുപ്പത്തിൽ സാധിക്കുന്നു. കാരണം നമ്മൾ ഈ രണ്ട് വഴികളിലൂടെയും പോയത് കൊണ്ടാണ് ഇത് പറയുന്നത്. ഈ ഒരു വഴിയിൽ അല്ലാതെയുള്ളൊരു ധ്യാന പദ്ധതിയിലൂടെ പോയിരുന്നപ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ഡെപ്ത്ത് ഈ ഹാർട്ട്ഫുൾനെസ് പ്രാക്ടീസിൽ വന്നപ്പോൾ കിട്ടുന്ന ആ ഒരു ഡെപ്തിൻ്റെ ആ ഒരു ആഴത്തിലുള്ള വ്യത്യാസം കൊണ്ടാണ് നേരത്തെ പറഞ്ഞു ഞാനത് അതെങ്ങനെ വരുന്നു, എങ്ങനെ ഉണ്ടാവുന്നു, ആരിൽ നിന്ന് വരുന്നു, അതിൻ്റെ കാരണം എന്ത് എന്നൊക്കെയുള്ള ഒരു അന്വേഷണം അങ്ങോട്ട് നമ്മളെ കൊണ്ടുപോകുന്നത്. അതിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു, അതിൻ്റെ സോഴ്സിലേക്ക് നമ്മളെ അന്വേഷിപ്പിക്കുന്നത്. ഒരു സാധകന് ഒരു കുഞ്ഞിൻ്റെ മനസ്സുണ്ടാവണം എന്നാണ് പറയാറുള്ളത്. കാരണം നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ, നമ്മുടെ സത്സംഗത്തിൽ സൂചിപ്പിച്ച പോലെ, ആ ഒരു കുഞ്ഞ് ജീവിക്കുന്നത് അവൻ്റെ ഹൃദയത്താലാണ്, അവൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിലാണ് അവൻ ജീവിക്കുന്നത്. അങ്ങനെ ജീവിക്കുമ്പോഴാണ് യഥാർത്ഥ അറിവ് അവനിലേക്ക് പകർന്നു വരുന്നത്, അവനിലേക്ക് വരുന്നത്. ആ ഒരു ഫ്ലോ, ഡിവൈൻ ഫ്ലോ എന്ന് പറയുന്നത്. ആ ഹൃദയത്തിൻ്റെ ഭാഷ ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നത് കഠിനമാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല. സറണ്ടറാണ് ഒരു സാധകൻ്റെ മനോഭാവം എന്നുണ്ടെങ്കിൽ ഹൃദയത്തിൻ്റെ ഭാഷ അവൻ സ്വാഭാവികമായിട്ടും വന്നു ചേരും. അവൻ ഹേർട്ട്ഫുൾനെസ് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്ന സുബ്രഹ്മണ്യൻ ജിയോടൊപ്പം ഇത്രയും നേരം ഇരുന്നപ്പോൾ ആ ഹേർട്ട്ഫുൾനെസ്, ആ ഹൃദയത്തിൻ്റെ ഭാഷയാണ് നമുക്ക് അനുഭവിക്കാൻ സാധിച്ചത്. ഇത്രയും നേരം നമ്മളോട് സത്സംഗത്തിനായിട്ട് അവസരം നൽകിയ സുബ്രഹ്മണ്യൻ സാറിന് കോടി കോടി പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. ജി, നമ്മൾ സാധകരോട് ഫൈനലായിട്ട് അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്, എന്ത് സന്ദേശമാണ് നൽകാനുള്ളത്? എനിക്ക് തോന്നുന്നത് ഒരു സാധകന്, ആത്മാർത്ഥമായിട്ടുള്ളൊരു സാധകന് ഏറ്റവും അനിവാര്യമായിട്ടുള്ളത് സന്നദ്ധതയാണ്. ആ ഒരു വില്ലിങ്നെസ്, എനിക്ക് മാറ്റം വേണം, ഇന്നത്തെ ഞാനിൽ നിന്ന് വേറൊരു ഞാനിലേക്ക്, ഉയർന്ന ഞാനിലേക്ക് എത്തിപ്പെടണം എന്നുള്ള തീവ്രമായിട്ടുള്ള ആ ഒരു സന്നദ്ധത ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. അല്ലെങ്കിൽ ഏറ്റവും എസെൻഷ്യലായിട്ട് വേണ്ടത് അതാണ്. ആ ഒരു സന്നദ്ധത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വഴികൾ നമ്മെ തേടി വരും. അവിടെ ഹാഫ് ഹാർട്ടായിട്ട് അല്ലെങ്കിൽ പകുതി പരിപൂർണമായിട്ടുള്ള സന്നദ്ധത മാത്രമാണ് ഇതിനു വേണ്ടുന്ന ഏറ്റവും എസെൻഷ്യലായിട്ടുള്ള പ്രീ റിക്വസിറ്റ് എന്ന് നമുക്ക് പറയാം. അതുമാത്രം മതി. എന്നിലൊരു മാറ്റം വരണം, എനിക്ക്
ഈ എൻ്റെ സഹജീവികൾക്ക് വേണ്ടി എനിക്ക് ഇനിയും കൂടുതൽ ചെയ്യാൻ കഴിയും, മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും. ആ ഒരു സന്തോഷകരമായ ജോയ്ഫുള്ളായിട്ടുള്ള ഒരു സന്നദ്ധത നമ്മിലുണ്ടായാൽ തീർച്ചയായിട്ടും വഴികൾ തന്നെ തുറന്ന് നമ്മെ തേടിയെത്തും എന്നാണ് എനിക്ക് സാധകരോട് പറയാനുള്ളത്.